Hi, good morning. Good morning, Miss. Good morning, Miss. Morning, Miss. Morning. Okay. വളരെ ഒന്നുകൂടെ 35 കുറെ ദിവസമായില്ലേ കണ്ടിട്ട്? മിസ്സിന് എന്താ സുഖം ഉണ്ടായിരുന്നില്ലേ? കഴിഞ്ഞ മൺഡേയിലെ ക്ലാസ് ഒന്ന് വേറൊരു ക്ലാസ് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോഴേ ജസ്റ്റ് ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്യേണ്ടി വന്നു ഒരു ടൈം ടേബിളില്. അങ്ങനെ ഒരു ദിവസത്തെ എന്റെ ക്ലാസ് അവിടെ മിസ്സായി പോയി. വേറെ ക്ലാസ് എന്താ സ്മിത ചോദിച്ചത്? കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടില്ലോന്നാ ചോദിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടില്ല. കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടില്ല. അതെന്താന്ന് പറഞ്ഞത് തന്നെയാ. ഞാൻ കഴിഞ്ഞ ദിവസം മൺഡേ ഞാൻ ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്നു. ഒരു അഡ്ജസ്റ്റ്മെന്റ് ജസ്റ്റ് ഒരു ക്ലാസ് കൂടി സ്റ്റാർട്ട് ചെയ്തപ്പോ അതിന്റെ ഒരു എന്താ പറയാ ആ ക്ലാസ്സിലേക്ക് ഒന്ന് ജസ്റ്റ് കയറേണ്ടി വന്നു. അപ്പൊ ഒരു ടൈം ടേബിളിൽ ചേഞ്ച് വരുത്തി. അതുകൊണ്ടാണ് കാണാൻ ചെയ്യുന്നത് കേട്ടാ. സൗണ്ട് ക്ലിയർ ആണോ? സൗണ്ട് കേൾക്കണ്ടോ എന്റെ? ഓക്കെ, നമുക്ക് തുടങ്ങാം. അടുത്ത ആൾക്കാരൊക്കെ കയറി വരട്ടെ. ഏതാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ? റിലേഷൻ പബ്ലിക് ഹോസ്പിറ്റൽ. പബ്ലിക് റിലേഷൻസ് ഇൻ ഹോസ്പിറ്റൽ. അതാണ് പബ്ലിക് റിലേഷൻ. ദാറ്റ് മീൻസ് ദ റിലേഷൻ വിത്ത് പബ്ലിക് ആണ്. പബ്ലിക് എന്ന് പറയുമ്പോ പുറത്തുള്ളവരുണ്ട്, അകത്തുള്ളവരുണ്ട്, എല്ലാവരും. അതായത് ഈ അകത്തുള്ള ആളുകൾ എങ്ങനെ ഹൗ ദേ കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ ഔട്ട്സൈഡേഴ്സ് ഹു ആർ കമ്മിങ് ടു ദ ഹോസ്പിറ്റൽ ഫോർ ദെയർ ട്രീറ്റ്മെന്റ് ഓർ എനി അതർ പർപ്പസ്. ഏതെങ്കിലും കാരണങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഹോസ്പിറ്റലിൽ വരുന്ന ആളുകളോട് എങ്ങനെയാണ് ഇൻസൈഡില് ഇന്റീരിയറിലുള്ള ഇന്റേണൽ എന്താ പറയാ സ്റ്റാഫുകൾ അല്ലെങ്കിൽ ഇന്റേണൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എങ്ങനെയാണ് പുറത്തുള്ളവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അവരെങ്ങനെയാണ് അവരോട് ബിഹേവ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ആ ഒരു ഇതാണ് പബ്ലിക് റിലേഷൻ. അവരോട് എങ്ങനെയാണ് പെരുമാറുന്നത്, അവരോട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, അത്തരം റിലേഷൻസ് എങ്ങനെ അത് കീപ്പ് ചെയ്തു പോകുന്നു. നല്ല രീതിയിൽ കീപ്പ് ചെയ്താൽ മാത്രമേ എന്താ പറയാ സക്സസ് ഉണ്ടാകുള്ളൂ അല്ലെ. അത് ഏത് ഓർഗനൈസേഷൻ ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. നോട്ട് ഓൺലി ഹോസ്പിറ്റൽസ് മാത്രമല്ല, ഏതൊരു ഓർഗനൈസേഷൻ നമ്മൾ നോക്കിയാലും എല്ലാ ഓർഗനൈസേഷനിലും ഈ ഒരു സംഭവം വേണം. നമ്മൾ ആരുമായിട്ടാണോ ഡീൽ ചെയ്യേണ്ടത് അവരോട് നല്ല രീതിയിലുള്ള ഒരു ബിഹേവിയറിംഗ് ആണ് നമുക്ക് വേണ്ടത്. എന്നാൽ മാത്രമേ നമുക്ക് കൂടുതൽ കസ്റ്റമേഴ്സിനെ കിട്ടുള്ളൂ. ഒരു ഓർഗനൈസേഷനിൽ ഏതെങ്കിലും തരത്തില് എന്താ പറയാ ഒത്തിരി കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാനുള്ള ഒരു വഴി കൂടിയാണ് അല്ലെ. ഒരു എന്താ പറയാ ഒരു നാക്കാണത്. ആളുകളോട് ഇങ്ങനെ നമ്മൾ പെരുമാറണം. അല്ലെങ്കിൽ എന്തു പറ്റും, അവർക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഉള്ള കസ്റ്റമേഴ്സിനെ പോകും. അത് ഒരു 10 പേരോട് അവരുടെ എന്താ പറയാ അവർക്ക് കിട്ടിയ ആ ഒരു എങ്ങനെയുള്ള സർവീസ് ആണോ അവർക്ക് അവിടെ നിന്ന് കിട്ടിയത്, അത്തരം ഓർഗനൈസേഷനിൽ നിന്ന് കിട്ടിയത്, അത് 10 ആളുകളോട് പറയുമ്പോൾ തന്നെ ഇറ്റ്സ് ആൻ അഡ്വർടൈസ്മെന്റ് അല്ലെ. അതൊരു പരസ്യം തന്നെയാണ്. അപ്പൊ അത് നല്ല രീതിയിൽ കൊടുത്താൽ അത് 10 പേരോട് അവരത് ഷെയർ ചെയ്യുമ്പോൾ അവർക്ക് കൂടുതൽ കസ്റ്റമേഴ്സിനെ കിട്ടാം. അപ്പൊ ഒരു ഹോസ്പിറ്റൽസിലും അങ്ങനെ തന്നെയാണ്. ഹൗ ദേ കമ്മ്യൂണിക്കേറ്റ് ടു അതേഴ്സ്, ഔട്ട്സൈഡേഴ്സ്, പുറത്തേക്ക് അത് പേഷ്യൻസ് ആകാം, വിസിറ്റേഴ്സ് ആകാം അല്ലെ, അവിടെ എന്താ പറയാ അവര് ബൈസ്റ്റാൻഡേഴ്സ് ആകാം. അങ്ങനെ ഒരുപാട് ആളുകളുമായിട്ട് ഡീൽ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അത്തരം റിലേഷൻസ് എങ്ങനെയുള്ളതാണെന്നാണ് ഒരു ഹോസ്പിറ്റലിൽ വേണ്ടത്. അതിന് വേണ്ട അത്യാവശ്യം വേണ്ട ചില കാര്യങ്ങൾ പറ്റിയൊക്കെയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്.
ഇത് പബ്ലിക് റിലേഷൻസ് ഇൻ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഒരു ആശയം ആരുടെ തലയിൽ ഉദിച്ചതാ? ആരാണ്? ഹു ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് പബ്ലിക് റിലേഷൻസ്? ആരാണത്? എഡ്വേർഡ് ബെർണൈസ് ആണ്. എഡ്വേർഡ് ബെർണൈസ് ആണ് അത് എന്താ പറയാ ഈ ഒരു ആശയം, ഇങ്ങനെ ഒരു കൺസെപ്റ്റ് എന്തിനു വേണ്ടിയിട്ട് ഈ എല്ലാ ഓർഗനൈസേഷനിലും, ഏത് ഓർഗനൈസേഷനിലും അത് തന്നെയാണ്. അപ്പൊ എല്ലാ ഓർഗനൈസേഷന്റെയും സ്മൂത്ത് ഫങ്ഷനിങ്ങിന്, ഒരു ഗുഡ് വിൽ ഉണ്ടാക്കിയെടുക്കാൻ, പ്രോഫിറ്റബിലിറ്റി നേടാൻ, എന്താ പറയാ അങ്ങനെയുള്ള എല്ലാ സ്ഥാപനങ്ങളിലും ഇത്തരം ഒരു റിലേഷൻസ് നല്ല രീതിയിൽ എങ്ങനെ കൊണ്ടുവരാൻ പറ്റും, അല്ലെങ്കിൽ അതെങ്ങനെയാണ് എന്ന് കൊണ്ടുവരാനായിട്ടുള്ള ഒരു ആശയം ഉദിച്ചത് ഇങ്ങോരുടെ തലയിൽ തന്നെയാണ്. അദ്ദേഹത്തിന്റെ എന്താ പറയാ അങ്കിൾ, അതായത് അദ്ദേഹം നമ്മൾ പറഞ്ഞു, ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് സിഗ്മണ്ട് ഫ്രോയിഡ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ അങ്കിളാണത്, എഡ്വേർഡ് ബെർണൈസിന്റെ അങ്കിളാണ്. ദാറ്റ് മീൻസ് സിഗ്മണ്ട് ഫ്രോയിഡിന്റെ നെഫ്യൂ ആണ് നമ്മളുടെ എഡ്വേർഡ് ബെർണൈസ് എന്ന് പറയുന്നത്. ഇദ്ദേഹവുമായിട്ടുള്ള ഒരു കൊളാബ്, അതായത് അദ്ദേഹത്തിന്റെ ആശയങ്ങളോട് കടപിടിച്ചൊക്കെയാണ് അവർ തമ്മിലുള്ള റിലേഷൻ അതാണ്. അപ്പൊ അദ്ദേഹം ഒരു ആരായിരുന്നു അറിയോ? ഈ സിഗ്മണ്ട് ഫ്രോയിഡ് എന്ന് പറയുന്നത് ഒരു സൈക്കോ അനലിസ്റ്റ് ആണ്. സൈക്കോ അനാലിസിസ് ഒക്കെ നടത്തുന്ന ഒരു മെന്റലി എന്താ പറയാ ചില കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള പഠനങ്ങളൊക്കെ നടത്തുന്ന ആളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു മൂഡിൽ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒപ്പം നിന്നുകൊണ്ട് അദ്ദേഹത്തിൽ നിന്ന് കുറച്ച് ആശയങ്ങളൊക്കെ സ്വീകരിച്ചിട്ടൊക്കെയാണ് ഇദ്ദേഹം ഈ ഒരു പബ്ലിക് റിലേഷൻസ് എന്ന് പറയുന്ന ഒരു ആശയം അദ്ദേഹത്തിന്റെ തലയിൽ ഉദിച്ചത്. ആരുടെ? എഡ്വേർഡ് ബെർണൈസിന്റെ. നമ്മൾ പറഞ്ഞു. ഇനി അദ്ദേഹത്തെ പബ്ലിക് റിലേഷൻസിന്റെ ഫാദർ എന്നാണ് അറിയപ്പെടുന്നതെന്ന് പറഞ്ഞു. പിന്നെ എന്താ പറഞ്ഞത്? ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പറഞ്ഞ കാര്യം എന്താ? അദ്ദേഹം എന്തിനോ രൂപം കൊടുത്തു എന്ന് പറഞ്ഞു അല്ലെ? എന്തിനാണ്? പബ്ലിക് റിലേഷൻ കൗൺസിൽ. പബ്ലിക് റിലേഷൻസ് കൗൺസിലിന് രൂപം കൊടുത്തു അദ്ദേഹം. പിന്നെ എന്താ നമ്മൾ പറഞ്ഞത്? അദ്ദേഹത്തിന്റെ ഒരു ബുക്കിന്റെ പേര് നമ്മൾ പറഞ്ഞു. അദ്ദേഹം എഴുതി തയ്യാറാക്കിയ ഒരു ബുക്ക് 1923 അദ്ദേഹം ആ ഒരു ബുക്ക് എഴുതിയത്. ഏതാണത്? ക്രിസ്റ്റലൈസിംഗ് പബ്ലിക് ഒപ്പീനിയൻ എന്നാണ് ആ ബുക്കിന്റെ പേര്. ക്രിസ്റ്റലൈസിംഗ് പബ്ലിക് ഒപ്പീനിയൻ. പബ്ലിക്കിന്റെ ഒപ്പീനിയൻ, അഭിപ്രായം ക്രിസ്റ്റലൈസ് ചെയ്യുക. ദാറ്റ് മീൻസ് ടു മേക്ക് ഇറ്റ് ക്ലിയർ. അതായത് യാതൊരു തരത്തിലുള്ള എന്താ പറയാ മായമില്ലാതെ വളരെ ക്ലിയർ ആയിട്ട്. ക്രിസ്റ്റലിന്റെ പ്രത്യേകത നമുക്കറിയാലോ. ക്രിസ്റ്റൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ട്രാൻസ്പെറന്റ് ആണ്. ഇപ്പുറത്തുനിന്ന് അപ്പുറത്തേക്ക് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാം. സുതാര്യമായത് എന്നൊക്കെ നമുക്ക് പറയാം, സുവ്യക്തമായത്. അപ്പൊ അത്തരം വ്യക്തതയോടുകൂടി പബ്ലിക് റിലേഷൻസിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, പബ്ലിക്കിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എഴുതിയിരിക്കുന്ന ഒരു ബുക്കാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ ബുക്കിന് ആ പേര് അങ്ങനെ വന്നത്, ക്രിസ്റ്റലൈസിംഗ് പബ്ലിക് ഒപ്പീനിയൻ എന്ന് പറയുന്നത്. ഇനി അദ്ദേഹം എവിടെയാണ് എവിടെയോ പഠിപ്പിച്ചു എന്ന് പറഞ്ഞു പബ്ലിക് റിലേഷൻസിനെ കുറിച്ച്. തന്റെ ആശയങ്ങൾ മറ്റുള്ളവർക്ക് അദ്ദേഹം പകർന്നു കൊടുത്തു. എവിടെയായിരുന്നു അത്? ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റി. ന്യൂയോർക്കിലെ യൂണിവേഴ്സിറ്റിയിലാണ്. ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിലാണ് അദ്ദേഹം അത് പഠിപ്പിച്ച് PR എന്ന് പറയുന്ന ഒരു കോഴ്സ് പഠിപ്പിച്ചു എന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നെ അദ്ദേഹം സ്വന്തമായിട്ട് അദ്ദേഹത്തെ എന്താണ് പറയാ, അദ്ദേഹം PR പ്രൊഫഷണൽ എന്ന് അദ്ദേഹം സ്വന്തമായിട്ട് അദ്ദേഹത്തെയാണ് നമ്മൾ ആദ്യമായിട്ട് PR പ്രൊഫഷണൽ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതിനുശേഷം നമ്മൾ പറഞ്ഞത് ജോൺ മില്ലറ്റ് എഴുതിയ ഒരു പബ്ലിക് റിലേഷൻസ് എന്താണ് എന്നതിനെ കുറിച്ച് ഒരു ഡെഫിനിഷൻ ആണ്. എന്താണ് പബ്ലിക് റിലേഷൻ എന്ന് പറയുന്നത്? എന്താ പബ്ലിക് റിലേഷൻ? പറയ്. What is public relation? According to John Millett. ആളുകളിൽ നിന്ന് അവരുടെ അഭിപ്രായം അറിഞ്ഞ് നമ്മുടെ ഓർഗനൈസേഷനിൽ അത് കിട്ടുന്നുണ്ടോ എന്ന് മനസ്സിലാക്കി. യെസ്, അതാണ്. അതായത് വാട്ട് ആർ ദ ഹോപ്സ് ഓഫ് ദ പബ്ലിക്? പബ്ലിക് ഒരു ഓർഗനൈസേഷനിൽ, ഏതെങ്കിലും ഒരു ഓർഗനൈസേഷൻ, ഹോസ്പിറ്റൽ പോലെ തന്നെ മറ്റേത് ഓർഗനൈസേഷനിലും നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ എന്തൊക്കെയോ പ്രതീക്ഷിക്കുന്നുണ്ട്. വി വിൽ എക്സ്പെക്ട് സംതിങ്. നമ്മൾ എന്തൊക്കെയോ ഹോപ്പ് ചെയ്യുന്നുണ്ട്. ആ ഹോപ്പ് അല്ലെങ്കിൽ ആ ഒരു എക്സ്പെക്ടേഷൻ അത് നമ്മളുടെ ആ ഓർഗനൈസേഷന്റെ അഡ്മിനിസ്ട്രേറ്റിംഗ് കമ്മിറ്റി അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് അറിയുക. അതിനെയാണ് പബ്ലിക് റിലേഷൻസ് എന്നാണ് ജോൺ മില്ലറ്റ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അക്കോർഡിംഗ് ടു ജോൺ മില്ലറ്റ്, he says that public relation means knowing the public hopes. പബ്ലിക്കിന്റെ ഹോപ്പുകൾ എന്താണെന്ന് മനസ്സിലാക്കുക. ആൻഡ് എക്സ്പ്ലെയിനിങ് ഹൗ ദീസ്, അതായത് ഈ എക്സ്പെക്ടേഷൻസ് എങ്ങനെയാണ്, ഹൗ ദ അഡ്മിനിസ്ട്രേഷൻ സാറ്റിസ്ഫൈസ് their needs, അവരുടെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഡിസയേഴ്സ്, അവരുടെ ഹോപ്സ്, ഹൗ ദേ ആർ സാറ്റിസ്ഫൈങ് എന്ന് അഡ്മിനിസ്ട്രേഷൻ എന്ത് ചെയ്യണം? അത് മനസ്സിലാക്കണം അല്ലെ? അത് എങ്ങനെയാണ് അവർ ചെയ്യുന്നത് എന്ന്, അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ അറിയുക. പബ്ലിക്കിന്റെ ആ ഹോപ്സ് അറിയുക, ഡിസയേഴ്സ് അറിയുക, എക്സ്പെക്ടേഷൻസ് അറിയുക എന്നുള്ളതാണ് പബ്ലിക് റിലേഷൻ. അവരുടെ അഭിപ്രായം അല്ലെങ്കിൽ അവരുടെ പ്രതീക്ഷ അറിയണമെങ്കിൽ, അവരെന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് അറിയണമെങ്കിൽ there should be a good relation between the public. പബ്ലിക്കുമായിട്ട് നല്ലൊരു റിലേഷൻ തന്നെ വേണം എന്നാണ് ജോൺ മില്ലറ്റ് പറയുന്നത്. അപ്പൊ ജോൺ മില്ലറ്റിന്റെ അഭിപ്രായമാണ് അദ്ദേഹം പറഞ്ഞത് എന്താണ് പബ്ലിക് റിലേഷൻ എന്ന് പറയുന്നത്. ഇനി
എന്താ പറയാ പബ്ലിക് റിലേഷൻ എന്തിനു വേണ്ടിയിട്ടാണ്, ഫോർ വാട്ട് പർപ്പസ്, അതൊരു ഓർഗനൈസ്ഡ് പ്രോസസ് ആണ് പബ്ലിക് റിലേഷൻ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ വളരെയധികം ഓർഗനൈസ് ചെയ്ത് എടുക്കേണ്ട ഒരു തീരുമാനം, എങ്ങനെ നമുക്ക് പബ്ലിക്കിന്റെ ഒപ്പീനിയൻസ് അറിയാൻ പറ്റും. സ്ക്രീൻ ആയിപ്പോയല്ലോ, കാണാൻ പറ്റില്ല. ഓക്കെ, അപ്പോ പബ്ലിക് റിലേഷൻസ് എന്ന് പറയുന്നത് ഒരു ഓർഗനൈസ്ഡ് പ്രോസസ് ആണ് ടു ഇൻഫ്ലുവൻസ് ദ പബ്ലിക് ഒപ്പീനിയൻ ത്രൂ എന്താ പറയാ സൗണ്ട് ക്യാരക്ടർ ആൻഡ് ജെന്യുവൻ പെർഫോമൻസ്. അതായത് അവരുടെ എന്താ പറയാ ക്യാരക്ടറിൽ നിന്ന്, അതുപോലെ തന്നെ അവരുടെ പെർഫോമൻസിൽ നിന്ന്, അതായത് ഒരു ടു വേ കമ്മ്യൂണിക്കേഷൻ, സാറ്റിസ്ഫാക്ടറി ടു വേ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നതാണ് ഒരു പബ്ലിക് റിലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്. അത് അത്രയും വരെയാണ് നമ്മൾ പറഞ്ഞത് അല്ലെ. ഒരു വൺ വേ അല്ല, ടു വേ ആണ്. എന്ന് വെച്ചാൽ അവരെന്ത് ഹോപ്പ് ചെയ്യുന്നു, വാട്ട് വി ആർ ഗിവിംഗ് ടു ദം, അവർ പ്രതീക്ഷിക്കുന്നുണ്ട് കുറെ കാര്യങ്ങൾ, അത് നമ്മൾ കൊടുക്കുന്നുണ്ടോ എന്ന് അഡ്മിനിസ്ട്രേഷൻ മനസ്സിലാക്കണം, തീരുമാനിക്കണം. അതായത് അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്ത് നിന്ന് അവരുടെ ഹോപ്സിനെ, ഡിസയേഴ്സിനെ ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ള ഒരു റെസ്പോൺസിബിലിറ്റി, ഒരു ഉത്തരവാദിത്വം ഉണ്ട്. അതൊക്കെ നടപ്പിലാകുന്നുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കുക. അതാണ് പബ്ലിക് റിലേഷൻസ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസ്ഡ് പ്രോസസ് എന്ന് വിളിക്കുന്നത്. അപ്പോ പിന്നീട് നമ്മൾ പറഞ്ഞു എന്താണ്, ഇവിടെ വരെയാണല്ലോ എടുത്ത വാട്ട് ഈസ് ദ നീഡ് ഓഫ് പബ്ലിക് റിലേഷൻ, എന്തിനു വേണ്ടിയിട്ടാണ് പബ്ലിക് റിലേഷൻ, എന്താണ് അതിന്റെ ആവശ്യകത, what is the need for it, എന്തിനാണ്. അതായത് ഒരു ഹോസ്പിറ്റൽ, enlarge the visibility for the hospital, അതായത് ഒരു ഹോസ്പിറ്റലിന്റെ കാഴ്ചപ്പാട്, ഒരു ഹോസ്പിറ്റലിനെ കുറിച്ചിട്ടുള്ള ഒരു കാഴ്ചപ്പാടുണ്ട്, അല്ലെങ്കിൽ അവിടുത്തെ എംപ്ലോയീസ്, അവരുടെ പ്രോഗ്രാംസ്, അവരുടെ സർവീസസ് എന്തൊക്കെയാണ്, വാട്ട് ആർ തിങ്സ് ഗിവിംഗ് ബൈ ദ ഓർഗനൈസേഷൻ ഓർ ദ ഹോസ്പിറ്റൽ. ഇവിടെ നമ്മൾ ഹോസ്പിറ്റലിലെയാണ് പഠിക്കുന്നത്. ഒരു ഹോസ്പിറ്റലിൽ അവിടുത്തെ എംപ്ലോയീസ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു, അവിടെ എന്തൊക്കെ പ്രോഗ്രാമുകൾ നടക്കുന്നു, വാട്ട് ഓൾ സർവീസസ് ആർ ഗിവൺ, അവിടെ എന്തൊക്കെ സേവനങ്ങളാണ് കൊടുക്കുന്നത്, അതൊക്കെ എല്ലാവർക്കും തുറന്നു കാട്ടുക. ഒരു നല്ലൊരു കംപ്ലീറ്റ് വിഷൻ കൊടുക്കുക അതിനെ കുറിച്ചിട്ട് മറ്റുള്ളവർക്ക്. അതാണ്, ഒന്നും ഒളിച്ചു വെക്കാതെ ഒരു എന്താ പറയാ ഒരു, അതാണ് നേരത്തെ അദ്ദേഹം എഴുതിയ ബുക്കിൽ തന്നെ അദ്ദേഹം പറയാം, ഒരു ക്രിസ്റ്റലൈസിങ് ആണ്. അപ്പൊ ഒരു ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ ഓപ്പൺ ആക്കി ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കുക. അപ്പൊ ഒരു വിസിബിലിറ്റി, അവർക്ക് മറ്റ് രീതിയിലുള്ള സംശയങ്ങളോ അല്ലെങ്കിൽ ചോദ്യങ്ങളോ വരാത്ത രീതിയിൽ എല്ലാത്തിനും ഒരു എന്താ പറയാ ഒരു ക്രിസ്റ്റലൈസ്ഡ് രൂപത്തിൽ എല്ലാവർക്കും പുറത്തു കൊടുക്കുക എന്നുള്ളതാണ് പബ്ലിക് റിലേഷന്റെ ഫസ്റ്റ് ആയിട്ടുള്ള ആവശ്യകത എന്ന് പറയുന്നത്. പബ്ലിക് റിലേഷൻ എന്ന് പറയുന്നത് അത് തന്നെയാണ്. റിലേഷൻഷിപ്പ്, നമ്മൾ ഒരു എന്താ പറയാ ഒരു കൂട്ടുകാര് തമ്മിലുള്ള റിലേഷൻ ഉണ്ടാകും, ഫാദർ മദർ എന്താ പറയാ ബ്രദർ സിസ്റ്റർ, അങ്ങനെയൊക്കെ ഉള്ള റിലേഷൻസ് ഉണ്ടാകും. റിലേഷൻസ് ഉള്ളവരുമായിട്ടാണ് നമ്മൾ പല കാര്യങ്ങളും എന്താ ചെയ്യുക, ഓപ്പൺ ആയിട്ട് ഷെയർ ചെയ്യുക അല്ലെ. അല്ലാത്തവരോട് വലിയ ഗുണമെന്നവരോടൊക്കെ നമ്മൾ നമ്മുടെ കാര്യങ്ങളൊക്കെ എടുത്ത് പറയാറുണ്ടോ? ഇല്ല. അപ്പൊ നമുക്കൊരു ഒരു ബന്ധമുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു റിലേഷൻ ഉണ്ട്, ഏതെങ്കിലും ഒരു വേയില് ഒരു റിലേഷൻ ഉണ്ട് എന്ന് മനസ്സിലാകുന്നിടത്താണ് വി വിൽ ബി ഓപ്പൺ, നമ്മൾ ഓപ്പൺ ആകുള്ളൂ. അപ്പൊ ഒരു ഹോസ്പിറ്റലില് എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അത് അവിടെ വരുന്ന പേഷ്യൻസിനും വിസിറ്റേഴ്സിനും ഒക്കെ വിസിബിൾ ആകുന്ന രീതിയിൽ എല്ലാ ഓപ്പറേഷൻസും പ്രോഗ്രാംസും ഒക്കെ ഭയങ്കരമായിട്ട് വിസിബിലിറ്റി ഉണ്ടാക്കുക, നല്ലൊരു കാഴ്ചപ്പാട് ഉണ്ടാക്കി കൊടുക്കാൻ പബ്ലിക് റിലേഷൻ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ്. പിന്നെന്താണ്, പൊസിഷൻ ദ ഹോസ്പിറ്റൽ ആസ് എ ഹെൽത്ത് കെയർ ലീഡർ. പബ്ലിക് റിലേഷൻസ് ഉണ്ടാക്കിയെടുക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നറിയാമോ, ഒരു സ്ഥാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എവിടെ? ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ. അതായത് ഒരുപാട് ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, എന്താ പറയാ ഓർഗനൈസേഷൻസ് ഉണ്ട്. ഹെൽത്ത് കെയറുകൾ എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റൽസ്, പല രീതിയിലുള്ള ഹോസ്പിറ്റൽ, ചെറുതും വലുതുമായിട്ടുള്ള ഹോസ്പിറ്റൽസ് ഒക്കെ വരും. അപ്പൊ അവരുടെയൊക്കെ ഉള്ളില് അല്ലെങ്കിൽ അവരുടെയൊക്കെ ഇടയില് വി ക്യാൻ മേക്ക് എ പൊസിഷൻ, നമുക്കൊരു പൊസിഷൻ ഉണ്ടാക്കി എടുക്കാൻ പറ്റും ഇൻ എ പർട്ടിക്കുലർ റീജിയൻ ഓർ എ കമ്മ്യൂണിറ്റി. ഒരു സമൂഹത്തിലോ ഒരു പ്രത്യേക പ്രദേശത്തോ മറ്റുള്ളവരുടെ ഇടയിൽ നമുക്കൊരു ലീഡർ സ്ഥാനം. ലീഡർ ആരാണ്? എപ്പോഴും ലീഡർ എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും വാച്ച് ചെയ്യുന്ന ഒരാളായിരുന്നു. കാരണം ആ ആളിലൂടെയാണ് പല കാര്യങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും അറിയാം. അപ്പൊ അതിന് എന്തെങ്കിലും എക്സ്ട്രാ ഓർഡിനറി എന്തെങ്കിലും ഉണ്ടാകണം, എന്നാലേ ഒരു ലീഡർ ആകാൻ പറ്റുള്ളൂ അല്ലെ. മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാകുന്ന രീതിയിൽ ഏതെങ്കിലും ഒരു എക്സ്ട്രാ ഓർഡിനറി പവർ അല്ലെ, എക്സ്ട്രാ ഓർഡിനറി കേപ്പബിലിറ്റി, എബിലിറ്റി അല്ലെങ്കിൽ സ്കിൽ, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോഴാണ് അവിടെ അവർക്ക് ലീഡർ ആകാൻ പറ്റുള്ളൂ. അപ്പൊ അതുപോലെ ഒരു ഓർഗനൈസേഷൻ, കുറെ ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ കുറെ ഹോസ്പിറ്റൽസ് ഒരു പ്രത്യേക ഏരിയയിൽ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എന്താ പറയാ റൺ ചെയ്യുന്നുണ്ട് എങ്കിൽ
അവരുടെ ഇടയിൽ ഒരു ലീഡർ ആകുന്ന ഒരു ലീഡർ സ്ഥാനത്തേക്ക് വരാനായിട്ട് പബ്ലിക് റിലേഷൻസ് വളരെയധികം. ചില ഹോസ്പിറ്റൽസിലേക്ക് കഴിയുമ്പോൾ എന്താ പറയാ, അവിടെ വരുന്ന പേഷ്യൻസിനോടൊക്കെ നല്ല രീതിയിലൊക്കെ പെരുമാറാതെ അവരോടുള്ള മോശം എന്താ പറയാ സമീപനം കാഴ്ചവെക്കുക, അവർക്ക് വേണ്ട രീതിയിലുള്ള സർവീസസ് പ്രൊവൈഡ് ചെയ്യാതിരിക്കുക, അവർക്ക് അവരുടേതായ രീതിയിലുള്ള കുറച്ച് അവകാശങ്ങളുടെ റൈറ്റ്സ് നമ്മളിപ്പോ ഒരു ഹോസ്പിറ്റലിൽ ചെന്നാൽ അത് സാറ്റിസ്ഫൈ ചെയ്യാതെ വരുമ്പോഴൊക്കെ അവിടെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് പേഷ്യൻസിൽ ഉണ്ടാക്കുക അല്ലെ. അപ്പൊ പിന്നീട് അവർക്ക് അങ്ങോട്ടേക്ക് പോകാനുള്ള ഒരു താല്പര്യം തന്നെ ഇല്ലാതാകും. അതേസമയം ഇഫ് യു ആർ പ്രൊവൈഡിങ് ഗുഡ് സർവീസസ്, നല്ല രീതിയിലുള്ള സേവനങ്ങൾ എല്ലാ രീതിയിലും ആകണം. നമ്മൾ എന്താ പറയുക, ഹോസ്പിറ്റലിൽ ചെല്ലുന്നു, ചീട്ട് എടുക്കുന്നത് മുതല് നമ്മൾ അവിടെ നിന്ന് ഇപ്പൊ ഇൻപേഷ്യൻസ് ചിലപ്പോൾ കിടത്തി ചികിത്സിക്കേണ്ടി വരും, അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് പുറത്തേക്ക് ഗേറ്റ് വിട്ട് പോകുന്നിടത്തോളം വരെ നമുക്ക് കിട്ടുന്ന പല രീതിയിലുള്ള സേവനങ്ങളുണ്ട്. ഫുഡ് സപ്ലൈ ചെയ്യുന്ന കാര്യത്തിലാകാം, മരുന്നുകൾ സപ്ലൈ ചെയ്യുന്ന കാര്യത്തിലാകാം, പേഷ്യന്റിനെ നഴ്സുമാരെ എങ്ങനെ കെയർ ചെയ്യുന്നു എന്നുള്ള കാര്യത്തിലാകാം. അവിടെയൊക്കെ നമുക്കൊരു നല്ല സാറ്റിസ്ഫാക്ഷൻ പേഷ്യന്റിന് കൊടുക്കാൻ സാധിച്ചാൽ അത് മറ്റുള്ളവരുടെ ഇടയിലേക്ക് അത് ഒരു എന്താ പറയാ ഒരു 100 പബ്ലിസിറ്റി പോലെ അത് ആളുകളുടെ ഇടയിലേക്ക് അത് വ്യാപിക്കും. സോ ദേ ക്യാൻ ബിക്കം ദ ലീഡർ പൊസിഷൻ. അങ്ങനെ അവർക്ക് ആ ഹോസ്പിറ്റലിന് ഒരു ലീഡർ പൊസിഷൻ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അത് പബ്ലിക് റിലേഷൻസിലൂടെ. ഈ പബ്ലിക് റിലേഷൻ ആണ് എങ്ങനെ അവരുടെ നീഡ്സ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്ത് കൊടുക്കുക. എന്ത് ആവശ്യവുമായിട്ടാണോ ഓരോരുത്തരും തങ്ങളുടെ ഓരോ ഡിപ്പാർട്ട്മെന്റിലോ ഓരോ പർട്ടിക്കുലർ ഏരിയയിലോ സമീപിക്കുന്നത്, അതൊക്കെ വെല്ലായിട്ട് സാറ്റിസ്ഫൈ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഒരു ലീഡർ ആകാൻ പറ്റും. പിന്നെ എന്താണ്, ഇൻക്രീസ് അവയർനെസ് ഇൻ ദ ഹോസ്പിറ്റൽ ടോട്ടൽ റേഞ്ച് ഓഫ് പ്രോഗ്രാംസ് ആൻഡ് സർവീസസ്. അതായത് ഹോസ്പിറ്റലിൽ നടക്കുന്ന പലതരത്തിലുള്ള പ്രോഗ്രാമുകളും അല്ലെങ്കിൽ അവർ കൊടുക്കുന്ന പലതരത്തിലുള്ള സേവനങ്ങൾക്കും ഒക്കെ അതിനെ കുറിച്ചിട്ടുള്ള എന്താ പറയാ ഒരു അവബോധം, ഒരു ബോധം ആളുകൾക്ക് ഹോസ്പിറ്റലിനെ കുറിച്ച് മൊത്തത്തില് ഒരു അവബോധം ആളുകളിൽ വർദ്ധിപ്പിക്കുക എന്നുള്ളതും പബ്ലിക് റിലേഷൻ കൊണ്ടാണ് പറ്റുക. അതായത് ഈ ഹോസ്പിറ്റലിൽ എന്തൊക്കെ പ്രോഗ്രാമുകൾ നടക്കുന്നത്, ഇപ്പൊ ചില ഹോസ്പിറ്റൽസിലൊക്കെ നമ്മൾ ചെല്ലുമ്പോഴേ അവിടെയൊക്കെ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് കാണാം, എന്താണ് ഇങ്ങനെ ഒരു ക്യാമ്പ് ഈ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ചിലപ്പോ എന്താ പറയാ ക്യാൻസർ എന്താ പറയാ ഡയഗ്നോസിസ് ചെയ്യാനുള്ള ക്യാമ്പ് ആകാം, അല്ലെങ്കിൽ ഐ പ്രോബ്ലംസ് ഡയഗ്നോസിസ് ചെയ്യാനുള്ള ക്യാമ്പുകൾ. ഇവർക്ക് അത്തരം ക്യാമ്പുകൾ ഇവരിവിടെ ഇന്ന സ്ഥലങ്ങളിൽ നടത്തുന്നുണ്ട്. അങ്ങനെയുള്ള ചില ബോർഡുകളോ മറ്റുമൊക്കെ കാണാൻ സാധിക്കും. അപ്പൊ പബ്ലിക്കിന് അതിനെ കുറിച്ചില്ല ഇവിടെ എന്തൊക്കെ പ്രോഗ്രാമുകൾ ദേ ആർ കണ്ടക്ടിങ്, ആ ഹോസ്പിറ്റലിൽ എന്തൊക്കെ പ്രോഗ്രാമുകൾ ഔട്ട്സൈഡില് ചിലപ്പോൾ ചില സ്കൂളുകളിലാകാം, ചില കോളേജുകളിലാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക പ്രദേശത്താകാം, എന്തൊക്കെയാണ് അവർ കണ്ടക്ട് ചെയ്യുന്നത് അതൊക്കെ എന്ത് ചെയ്യുക, ഡിസ്പ്ലേ ചെയ്തൊക്കെ അവിടെ എന്താ പറയാ ആളുകൾക്ക് കാണുന്ന രീതിയിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് ഇറ്റ് ഇൻക്രീസസ് ദ അവയർനെസ്. അവിടെ വരുന്ന പേഷ്യൻസിനും വിസിറ്റേഴ്സിനും ഒക്കെ അതൊക്കെ അതിനെ കുറിച്ചുള്ള ബോധമൊക്കെ ഉണ്ടാവും. അത് ഒരു നല്ല പബ്ലിക് റിലേഷൻസ് ഉള്ളതുകൊണ്ടാണ്. അപ്പൊ അതിന്റെ ഒരു ആവശ്യകത അവിടെയുണ്ട് എന്നുള്ളതാണ്. പിന്നെ എന്താണ്, എൻഹാൻസ് ദ ഹോസ്പിറ്റൽസ് ഇമേജ്. ഇതെല്ലാം വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ എല്ലാ രീതിയിലും ക്രിസ്റ്റൽ ക്ലിയർ ആണെങ്കിൽ ഇറ്റ് ഇൻക്രീസസ് ദ ഹോസ്പിറ്റൽസ് ഇമേജ്. ഹോസ്പിറ്റലിന്റെ മൊത്തത്തിലുള്ള ഒരു എന്താ പറയാ രൂപം തന്നെ മാറ്റിയെടുക്കാനും മറ്റുള്ളവരുടെ ഇടയിലും ഉന്നത സ്ഥാനം കരസ്ഥമാക്കാനും ഒക്കെ ഹോസ്പിറ്റലിന് സാധിക്കും. പബ്ലിക് റിലേഷൻസിലൂടെ മാത്രമേ ഇതൊക്കെ സാധിക്കുകയുള്ളൂ. പബ്ലിക് ഒക്കെ വേറെ, ഞങ്ങൾ ഇവിടുത്തെ വലിയ ജോലിക്കാര്, ഞങ്ങള് വലിയ എന്താ പറയാ 5-6 അക്കം ശമ്പളം വാങ്ങിക്കുന്ന ജോലിക്കാരാണ് ഇവിടെ ഉള്ളത്, വേണമെങ്കിൽ വന്നിട്ട് നിങ്ങൾ ട്രീറ്റ്മെന്റ് എടുത്തത് നിങ്ങളുടെ പാട്ടിൽ പോകാം, വി ആൻഡ് യു ഹാവ് നോ എനി സച്ച് റിലേഷൻ, ഞങ്ങളും നിങ്ങളും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല, ഇവിടെ വരുന്നു ചീട്ടെടുക്കുന്നു മരുന്ന് വാങ്ങിക്കുന്നു ഡോക്ടറെ കാണുന്നൊക്കെ കഴിഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ വേറെ ആരുമല്ല. അവരോട് എന്താ പറയാ നമ്മൾ ഏതൊരു വ്യക്തിയും നമ്മൾ ഹോസ്പിറ്റലിൽ വരുന്നവരെ ട്രീറ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ സ്വന്തം എന്ന രീതിയിലാണ്, നമ്മളുടേത് എന്ന് പറഞ്ഞ് ചേർത്ത് നിർത്തി അവരെ അങ്ങനെയാണ് പരിപാലിക്കേണ്ടത്. ഒരു ഹോസ്പിറ്റലിൽ ഡോക്ടർ ആയിക്കോട്ടെ നഴ്സുമാരായിക്കോട്ടെ എന്റെ സ്വന്തം ആളാണ് ഇത്. നമുക്ക് എല്ലാ ദിവസവും പോയിട്ട് ഇപ്പൊ നഴ്സ് ഒക്കെ ആയിട്ട് ജോലി ചെയ്യുന്നു, ഹോസ്പിറ്റലിൽ ഡോക്ടറായിട്ട് ജോലി ചെയ്യുന്നു, ഏത് നേരവും മക്കളെയോ ഭാര്യയെയോ അല്ലെങ്കിൽ എന്താ പറയാ അച്ഛനമ്മമാരെയോ ശുശ്രൂഷിക്കാനൊന്നും പറ്റില്ല. തന്റെ മുൻപിൽ വരുന്ന ഓരോരുത്തരും ഇവരൊക്കെയാണ് എന്ന രീതിയിൽ കൺസിഡർ ചെയ്തിട്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, അവര് ചികിത്സിക്കേണ്ടത്. അപ്പൊ എനിക്ക് അവർക്ക് കൊടുക്കാൻ പറ്റാത്ത കെയറിങ് ഇവരിലൂടെയൊക്കെ സാധ്യമാക്കുക. അവരങ്ങനെയായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ അത് നല്ല റിലേഷൻ ആകും. നല്ല റിലേഷൻ വിൽ എൻഹാൻസ് ദ ഹോസ്പിറ്റൽസ് ഇമേജ് അല്ലെ. അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റുമോ, ഹോസ്പിറ്റലിന്റെ ഇമേജ് തന്നെ വർദ്ധിപ്പിക്കാൻ സാധിക്കും. പിന്നെ എന്താ, അസിസ്റ്റ് ഇൻ റിക്രൂട്ട്മെന്റ് ആൻഡ് റിട്ടൻഷൻ ഓഫ് എംപ്ലോയീസ്. പബ്ലിക് റിലേഷൻസിലൂടെ മാത്രമേ ദേ ക്യാൻ അസിസ്റ്റ് ദ എംപ്ലോയീസ്. അവിടെ വരുന്ന എംപ്ലോയീസിനെ ജോലിക്കാരെയൊക്കെ അവിടെ ഉള്ളവരെ തന്നെ റിട്ടൈൻ ചെയ്യുക. അവരെ അവിടെ വരുന്നവരെ എന്താ പറയാ എംപ്ലോയ്
എംപ്ലോയീസിനെ പിടിച്ചു നിർത്തണമെങ്കിൽ നല്ല റിലേഷൻസ് എംപ്ലോയീസിനോടും വേണം. പുറത്തു ഉള്ളവരോട് വരുന്നത് പോലെ തന്നെ എംപ്ലോയീസിനോടും ഗുഡ് റിലേഷൻസ് ഹോസ്പിറ്റലിലെ ബാക്കിയുള്ള സ്റ്റാഫുകളും മെമ്പേഴ്സും ഒക്കെ കീപ്പ് ചെയ്യണം. അപ്പൊ അവർക്ക് അവരുടെ എംപ്ലോയീസിനെ പുറത്തുനിന്ന് ഉള്ളവരെ തന്നെ പുറത്തു പോകാതെ അവിടെ പിടിച്ചു നിർത്താൻ സാധിക്കും. അതോടൊപ്പം തന്നെ റിക്രൂട്ട്മെന്റ് പ്രോസസ്സിൽ, അതായത് ഏതൊക്കെ എംപ്ലോയീസിനെയും സ്റ്റാഫിനെയൊക്കെ റിക്രൂട്ട് ചെയ്യുന്ന പ്രോസസ്സിലും പബ്ലിക് റിലേഷൻസ് കൂടിയേ തീരും. നല്ലൊരു എന്താ പറയാ, അതിന്റെ ഒരു നീഡ് വളരെ അത്യാവശ്യമാണ്. പിന്നെ ആക്ട് ആസ് ഫൗണ്ടേഷൻ വെൻ അൺറിയൽ ന്യൂസ് അബൌട്ട് ദ ഹോസ്പിറ്റൽ ഹാപ്പൻസ്. കണ്ടോ, അതായത് പബ്ലിക് റിലേഷൻസ് നല്ല രീതിയിൽ ആണെങ്കിൽ അവർക്ക് ഇത്തരം സാഹചര്യങ്ങളെ ഒഴിവാക്കാൻ പറ്റും. എന്താണ്, ഹോസ്പിറ്റലിനെ കുറിച്ച് വെറുതെ അൺറിയൽ ആയിട്ടുള്ള അപവാദങ്ങൾ പറഞ്ഞൊക്കെ പരത്തൂലേ ആളുകള്, അല്ലെ? അപവാദങ്ങൾ, ഇന്ന ഹോസ്പിറ്റലിനെ കുറിച്ച് ഇത് ഇങ്ങനെ ഒരു കംപ്ലൈന്റ് ഉണ്ട്. അപ്പൊ അത്തരം കംപ്ലൈന്റുകൾ വരുന്നത് ഇത്തരം പബ്ലിക് റിലേഷൻസ് ഇല്ലാത്തടത്താണ്. പബ്ലിക്കിന് എല്ലാം തുറന്ന് എല്ലാം ഓപ്പൺ ആക്കി യാതൊരു രീതിയിലും അവർക്ക് കൺഫ്യൂഷൻസ് കൊടുക്കാത്ത, ഡൗട്ട്സ് കൊടുക്കാത്ത രീതിയിൽ ആണെങ്കിൽ നല്ലൊരു റിലേഷൻ ഉണ്ട്. അങ്ങനെ വരുമ്പോൾ ഹോസ്പിറ്റൽസിനെ കുറിച്ച് ഇത്തരം അപവാദങ്ങൾ വരില്ല. ഇല്ല, അവിടെയൊക്കെ അതെല്ലാം ക്ലിയർ ആണ്, ക്ലിയർ കട്ടായിട്ട് എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും വ്യക്തമാണ്. അവിടെ യാതൊരു തരത്തിലുള്ള കൺഫ്യൂഷൻസ് ഇല്ല. ഏത് സ്ഥലത്തും നമ്മൾ എപ്പോഴും ആര് ചെന്നാലും എന്നോട് എന്തൊക്കെയാണോ ഹോസ്പിറ്റലിനെ കുറിച്ചിട്ട് എനിക്ക് എന്തൊക്കെയാണോ അറിയുക അത് തന്നെയായിരിക്കും മറ്റൊരാൾക്കും. കാരണം അവിടെ ആരും ആരിൽ നിന്നും ഒന്നും പറിച്ചു വെക്കാതെയാണ്. അപ്പൊ ഒരു ഹോസ്പിറ്റലിനെ കുറിച്ച് ഏതെങ്കിലും രീതിയിൽ അൺറിയൽ ആയിട്ടുള്ള എന്തെങ്കിലും ന്യൂസുകളൊക്കെ മറ്റൊക്കെ എന്താണ് സ്പ്രെഡ് ചെയ്യുകയാണെങ്കിൽ അത് ഈ എന്താ പറയാ, നല്ലൊരു പബ്ലിക് റിലേഷൻ ഉണ്ടെങ്കിൽ അതൊരു ഫൗണ്ടേഷൻ ആയിട്ട്, ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു അടിത്തറ, ഒരു ബേസ്മെന്റ് ആയിട്ട് നമുക്കത് സൂക്ഷിക്കാം. പബ്ലിക് റിലേഷൻസിലൂടെ മാത്രമേ ഇത്തരം അൺറിയൽ ന്യൂസ് ഒന്നും സ്പ്രെഡ് ആകാതെ ഇരിക്കുകയുള്ളൂ എന്നാണ്. മാത്രമല്ല, എംപ്ലോയീസിന്റെ മൊറൈൽ വർദ്ധിപ്പിക്കുക എന്നാണ്. എന്താണ് മൊറൈൽ എന്ന് പറഞ്ഞു? മനോധൈര്യം, അല്ലെ? അവിടെ ജോലി ചെയ്യുന്ന ആളുകളിൽ ഒരു ധൈര്യവും അവർക്ക് പ്രവർത്തിക്കാനുള്ള ഒരു ഊർജവും ഒക്കെ കിട്ടുന്നത് നല്ല റിലേഷൻസിലൂടെ മാത്രമാണ്. അപ്പൊ ദീസ് ആർ ദ നീഡ്സ് ഓഫ് പബ്ലിക് റിലേഷൻസ് ഇൻ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലില് പബ്ലിക് റിലേഷൻസിന്റെ ആവശ്യകത എന്താണ് എന്നുള്ളതിന്റെ എന്താ പറയാ ആവശ്യകതകളാണ് നമുക്ക് ഈ തന്നിരിക്കുന്ന പോയിന്റുകളായിട്ട്. ക്ലിയർ ആയോ? ക്ലിയർ? ഓക്കെ. അപ്പൊ ഇതുവരെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്, ജസ്റ്റ് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന അടുത്ത ടോപ്പിക് ആണ് മെത്തേഡ്സ് ഓഫ് മെയിൻറ്റെയിനിങ് പബ്ലിക് റിലേഷൻസ് ഇൻ ദ കമ്മ്യൂണിറ്റി. എങ്ങനെ നമുക്ക് സമൂഹത്തില് എന്താ പറയാ, ഏതൊക്കെ മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് പബ്ലിക് റിലേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും, എങ്ങനെയാണ് നമുക്ക് നിലനിർത്താൻ പറ്റുക, പബ്ലിക് റിലേഷൻസ് എങ്ങനെ നമുക്ക് ഒരു പ്രത്യേക പ്രദേശത്തോ സമൂഹത്തിലോ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. There are mainly two methods for maintaining public relations in the community. ഒരു സമൂഹത്തിൽ പബ്ലിക് റിലേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പ്രധാനമായിട്ടും 2 മെത്തേഡുകളാണുള്ളത്. വിചാരത്തെ കാണാമോ സ്ക്രീനില്? ഏതൊക്കെയാണ് 2 മെത്തേഡ്? Operative method, കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്. ആസ് ദ നെയിം ഇൻഡിക്കേറ്റ്സ്, അതാ പേര് പറയണ പോലെ തന്നെ നോക്കാം. ഓപ്പറേറ്റീവ് മെത്തേഡ്, കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്. അപ്പൊ ഓപ്പറേറ്റീവ് മെത്തേഡാണ് ഒന്നാമത്തെ പറയുന്നത്. അപ്പൊ അവിടെ നടക്കുന്ന ഓപ്പറേഷൻസ് ആണ്. ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ആൾക്കാരെ കിടത്തിയിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന കാര്യമില്ല കേട്ടോ. വാട്ട് ഓൾ ഓപ്പറേഷൻസ്, ഡേ ടു ഡേ ഓപ്പറേഷൻസ് ആർ ഗോയിങ് ഓൺ ഇൻ എ ഹോസ്പിറ്റൽ. ഒരു ഹോസ്പിറ്റലിൽ എന്തൊക്കെ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ അത് ആ മെത്തേഡ് ഉപയോഗിച്ച് എന്ത് ചെയ്യാം, ആ മെത്തേഡുകൾ ഉപയോഗിച്ച് നമുക്കൊരു പബ്ലിക് റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. മറ്റൊന്ന് കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്. അപ്പൊ ഓരോന്നായിട്ട് നമുക്ക് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ദ ഓപ്പറേറ്റീവ് മെത്തേഡ്. ഓപ്പറേറ്റീവ് മെത്തേഡ് മീൻസ് ദ ഹോസ്പിറ്റൽ ഓപ്പറേറ്റർ ആണ്. ഹോസ്പിറ്റലിനെ ഓപ്പറേറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു ഹോസ്പിറ്റൽ എന്ന രീതിയിൽ പ്രവർത്തിപ്പിക്കുന്ന പല ആസ്പെക്റ്റുകളുണ്ട്. ഇച്ച് ആൻഡ് എവറി ആസ്പെക്ട് വിച്ച് മേക്സ് ദ ഹോസ്പിറ്റൽ ഓപ്പറേറ്റർ. ഹോസ്പിറ്റലിനെ പ്രവർത്തിപ്പിക്കുന്ന പല ആസ്പെക്റ്റുകളുണ്ട്. ആ ആസ്പെക്റ്റുകളെ ബേസ് ചെയ്തിട്ടുള്ളതാണ് ഓപ്പറേറ്റീവ് മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ. എന്താ പറയാ, അവിടെ എന്താ പറയാ, ഫസ്റ്റ് തന്നെ നമുക്ക് ഒരു ഹോസ്പിറ്റലിന്റെ കയറി ചെല്ലുമ്പോൾ തന്നെ റിസപ്ഷൻ, അവിടെ അത് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അത് ഓപ്പറേറ്റ് ചെയ്യാണ്ട് ഒരു കാര്യം നടക്കില്ല. റിസപ്ഷനിൽ വന്നിട്ടാണ് എന്തായാലും ഒരു റിസപ്ഷൻ എന്തായാലും ആവശ്യമുണ്ട് അല്ലെ? നമുക്ക് എൻക്വയറീസ് ഓർ എന്താ പറയാ മറ്റു കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നത് അവിടെ വന്നിട്ടായിരിക്കും. പിന്നെ എന്താ പറയാ, രജിസ്ട്രേഷൻ കൗണ്ടർ ഉണ്ടായിരിക്കും. അതും വെല്ലായിട്ട് വർക്ക് ചെയ്യണം. വേണ്ട, രജിസ്ട്രേഷൻ കൗണ്ടർ ഓപ്പൺ ചെയ്ത് രജിസ്ട്രേഷൻ കൗണ്ടറിന് കയറി വെച്ചിട്ടുണ്ട്. അവിടെ ഒരാളില്ല, ചീട്ട് എഴുതണ്ടേ? ചീട്ട് എഴുതാണ്ട് ഡോക്ടറെ കാണാൻ പറ്റില്ല അല്ലെ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഡോക്ടർ ഓരോ ഡിപ്പാർട്ട്മെന്റിലും പല പല ഫിസിഷ്യൻസോ ഡോക്ടേഴ്സോ സ്പെഷ്യലിസ്റ്റുകളോ ഒക്കെ ഇരിക്കുന്നുണ്ടാകും. അതൊക്കെ എവിടെയൊക്കെയാണ്, അതൊക്കെ കറക്റ്റ് ആയിട്ട് നടക്കുന്നുണ്ട്. പിന്നെ എന്താ പറയാ, ഏതെങ്കിലും തരത്തിലുള്ള എന്താ പറയാ ഡയഗ്നോസിസ് ട്രീറ്റ്മെന്റ് ലാബോ അതുപോലെ തന്നെ റേഡിയോളജി വിഭാഗോ അതൊക്കെ ഓരോ ഹോസ്പിറ്റലിലും ഉണ്ടായിരിക്കും. ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ടായിരിക്കും. അതുപോലെ എന്താ പറയാ ICU ഉണ്ടായിരിക്കും, കാത്ത് ലാബ് ഉണ്ടായിരിക്കും, ഫാർമസി ഉണ്ടായിരിക്കും, ഒരുപാട് അല്ലെ, ക്യാൻറ്റീൻ ഉണ്ടായിരിക്കും. ഇതെല്ലാം അവിടെ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്ന
പെടുന്ന കുറെ വിഭാഗങ്ങളാണ്. ഈച്ച് ആൻഡ് എവറി ദീസ് ആസ്പെക്ട്സ്, ഈ എല്ലാ ആസ്പെക്ടുകളും എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്, ആ മെത്തേഡാണ് ഇവിടെ ഓപ്പറേറ്റീവ് മെത്തേഡ് എന്ന രീതിയിൽ പറയുന്നത്. കണ്ടല്ലോ, അവരവിടെ ഇതുണ്ട്, അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഇൻക്ലൂഡിങ് വർക്ക്മാൻ, അതായത് എല്ലാ രീതിയിലും വർക്ക് ചെയ്യുന്ന ആൾക്കാരും ഈ ഒരു ഓപ്പറേറ്റർ വിഭാഗത്തിൽ വരും. ഹോസ്പിറ്റലിന്റെ ഏതൊക്കെയാണത്? ടെലിഫോൺ ഓപ്പറേറ്റർ, എൻക്വയറി ഓഫീസ് പേഴ്സണൽ, അഡ്മിഷൻ ഓഫീസ് ക്ലർക്ക്, അതായത് രജിസ്ട്രേഷൻ എഴുതി അഡ്മിറ്റ് ചെയ്യാൻ അതിനുള്ള ഓഫീസ് ഒക്കെ ഉണ്ടെങ്കിൽ അത്, ഇതെല്ലാം ഈ എല്ലാ തരത്തിലുള്ള പേഷ്യൻസും ഇവര് ആയിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടാണ് പിന്നെ ബാക്കി ഇവരൊക്കെ ആയിട്ട് കോണ്ടാക്ട് ചെയ്യേണ്ടി വരുമല്ലോ പേഷ്യൻസ്. നമുക്ക് ഈ പറയുന്ന പോലെ എന്താ പറയാ, എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിൽ അവിടെ പോകേണ്ടി വരും, റിസപ്ഷനിസ്റ്റിന്റെ അടുത്ത് പോകേണ്ടി വരും, അല്ലെങ്കിൽ ഫാർമസിയിൽ പോയിട്ട് മരുന്ന് മേടിക്കേണ്ടി വരും. അതെല്ലാം ഓപ്പറേറ്റ് ചെയ്ത് അവിടെ നടക്കുന്നുണ്ട്. അപ്പൊ പേഷ്യൻസ് ഹാവ് ടു ബി കോൺടാക്ട് വിത്ത് ദീസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻ എ ഹോസ്പിറ്റൽ. ഇവരെല്ലാവരുമായിട്ട് ചില എന്താ പറയാ കോൺടാക്ട് ഈ പേഷ്യൻസിനൊക്കെ ഉണ്ടാകേണ്ടി വരും. സോ ഈച്ച് ആൻഡ് എവരി, ഇവരൊക്കെ ശരിക്കും പറഞ്ഞ ഡോക്ടർ നേരിട്ട് പോയിട്ട് നമുക്ക് ഓടിച്ചെന്നിട്ട് ഡോക്ടറിന്റെ മുറിയിലോട്ടൊന്നും കയറാൻ പറ്റില്ല. എനിക്ക് ഇന്ന ഡോക്ടറെ കാണണ്ടേ, ഞാൻ ഓടിച്ചെന്നിട്ട് ചീട്ടും എടുക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല, ഓടിച്ച് തള്ളി കയറാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ ഇത്തരം ആളുകളുമായിട്ടൊരു, ഇവരൊക്കെ ബിഹൈൻഡ് ദ സ്ക്രീനാണ്. നമ്മളൊരു സിനിമ നടക്കുമ്പോൾ നമുക്കറിയാം അല്ലെ, നമ്മൾ ഈ 2.5 മണിക്കൂർ അല്ലെങ്കിൽ 2.25 മണിക്കൂർ സിനിമ പോയിരുന്ന് കാണുന്നുണ്ട്. അതിനകത്ത് കുറെ ആളുകൾ അഭിനയിക്കുന്നുണ്ട്. നമ്മൾ ഇവരെന്ത് നന്നായിട്ട് അഭിനയിച്ചിരിക്കുന്നത്, എത്ര ഭംഗിയാണെന്നൊക്കെ പറയും അല്ലെ. പക്ഷെ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കും ബിഹൈൻഡ് ദ സ്ക്രീൻ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെ. ആ ഒരു സിനിമയെ സിനിമയാക്കാൻ ഇല്ലേ, നമ്മൾ കാണാറില്ലേ? ഇപ്പൊ ഇഷ്ടംപോലെ പുതിയ പുതിയ നല്ല നല്ല സിനിമകളൊക്കെ ഇറങ്ങിയല്ലോ. സിനിമ പറയുമ്പോഴേക്കും നിങ്ങൾക്ക് എന്തെങ്കിലും പറയോ? ഇല്ലേ? സിനിമയില് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഈ അഭിനയിക്കുന്നവര് എന്താ പറയാ, അവരുടെ പ്രകടനങ്ങളല്ലാതെ എന്ത് കാര്യങ്ങളൊക്കെ ഒരു സിനിമയിൽ നടക്കുക? ഒന്ന് ആലോചിച്ച് നോക്കിയേ. വേറെ എന്ത് കാര്യങ്ങൾ അതിനകത്ത് നടക്കുക? ഈ ഒരു സിനിമയെ സിനിമയാക്കി മാറ്റാൻ നമ്മളിരുന്ന് കാണുമ്പോ അതിനകത്ത് അഭിനയിക്കുന്നു, ഇന്നാൾ അഭിനയിച്ചിരിക്കുന്നു, എന്ത് രസമാണ് അഭിനയം അല്ലെ, ഭയങ്കര എന്താ പറയാ റിസ്ക് ആയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ എടുത്ത് അഭിനയിച്ചിരിക്കുന്നു, അതൊക്കെ നമ്മൾ പറയും ഭയങ്കര ഇതായിട്ട് അഭിനയിച്ചേക്കണം എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ നമ്മൾ ഇങ്ങനെ ഭയങ്കര വാദവരാതെ അവരെ കുറിച്ചൊക്കെ അഭിനന്ദിക്കും. പക്ഷെ ആ ബിഹൈൻഡ് ദ സ്ക്രീനിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അതിന് ഏറ്റവും എന്താ പറയാ കയ്യടി കൊടുക്കേണ്ട ആൾക്കാരെന്ന് പറയും. ഇതിന്റെ ആർട്ട് വിഭാഗത്തിന് ഏറ്റവും കൂടുതൽ. കാരണം ചില കാര്യങ്ങളൊക്കെ ഇല്ലേ, അവര് ചിലപ്പോ ചില ഒരു ഏരിയ ആയിരിക്കും അതിനെ വളച്ചു കെട്ടിയിട്ടൊക്കെ ഭയങ്കര എന്താ പറയാ ഏതെങ്കിലും രീതിയിലേക്ക് ആക്കി മാറ്റിയിട്ട് ഒരു വേറെ സ്ക്രീനിൽ നമ്മൾ കാണുമ്പോൾ ഭയങ്കര വലിയ ഏരിയ ഒക്കെ ആയിട്ട് തോന്നും. ഇപ്പൊ നമ്മുടെ 2018 സിനിമ വന്നില്ലേ, 2018 നടന്ന പ്രളയത്തിന്റെ ബാക്കി പത്രമായിട്ടാണ് ആ ഒരു സിനിമ ഇറങ്ങിയത്. പക്ഷെ അങ്ങനെ ഒരു വെള്ളപ്പൊക്കമൊക്കെ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അല്ലെ, ആണോ? മറ്റേ നമ്മൾ ഒറിജിനലി അനുഭവിച്ചതാണ്. ഞങ്ങളൊക്കെ ഒരുപാട് അതില് പെട്ടുപോയവരാണ് കേട്ടോ. ഞങ്ങളൊക്കെ ഒരുപാട് ഇങ്ങനെ നീന്തിയൊക്കെ നടന്നു. നിങ്ങളുടെ നാട്ടിലുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നോ? എവിടെയാ മിസ്സിന്റെ വീട്? എവിടെയാ? ഞങ്ങളുടെ വീട് ഇവിടെ എറണാകുളം ഡിസ്ട്രിക്റ്റിൽ നടത്ത പറവൂ. അവിടെ വെള്ളം കയറിയില്ലേ? പിന്നെ വെള്ളം കയറിയെന്ന് മാത്രമല്ല, വെള്ളത്തിലൊക്കെ ഞങ്ങൾ നീന്തലറിയില്ലാത്ത ആളുകളും എങ്ങനെ പോകേണ്ടി വന്നു. ഞങ്ങളുടെ കിട്ടിയത് എന്താണോ കയ്യിൽ കിട്ടിയത്. ചിലവർക്കൊന്നും ഒന്നും കയ്യിൽ കിട്ടില്ല. എന്ന് വെച്ചാൽ നമുക്ക് ഇട്ടിരുന്ന ഉടുപ്പ് പോലും മാറിയിട്ട് വേറെ ഒരെണ്ണം എടുത്ത് ഇട്ടിട്ടൊന്നും പോകേണ്ട വന്നില്ല. കാരണം ചിത്ര വെള്ളത്തിലൊക്കെ നമ്മൾ നീന്തി പോയത്. കൊച്ചുകുട്ടി പിള്ളേരൊക്കെ അന്നൊക്കെ ഇച്ചിരി കൂടി ചെറുതായിരുന്നല്ലോ. അപ്പൊ അവറ്റകളൊക്കെ മുങ്ങിപ്പോകാതൊക്കെ ഇങ്ങനെ എടുത്ത് പൊക്കിയൊക്കെ പിടിച്ചിട്ടൊക്കെ എല്ലാവരും കൂടി വീട് മാത്രം അടച്ചു പൂട്ടിയിട്ടിട്ട് പോയി കളഞ്ഞു. ഇനി തിരിച്ച് ഇങ്ങോട്ടേക്ക് തന്നെ വരും. അത്രയ്ക്ക് വെള്ളമാണ് കണ്ടിട്ട് പോയത്. കാരണം നമ്മൾ വിചാരിച്ചു ഇവിടേക്ക് ഇനി കടലായി മാറുമോ എന്നൊക്കെ വിചാരിച്ചിട്ടൊക്കെയാണ് പോയത്. ബുദ്ധിയില്ല എന്ന് വെച്ചാൽ നമ്മളും അങ്ങനെ വിചാരിച്ചേ. കാരണം അത്രയും വെള്ളം മുമ്പ് നമ്മൾ ഇതുവരെ നമ്മൾ ജീവിതത്തിൽ കണ്ടിട്ടില്ലല്ലോ. അത്രയും വെള്ളമൊക്കെ കണ്ടിട്ട്. അപ്പൊ അത് ഞങ്ങൾ നേരിട്ട് കണ്ട കാര്യം. നിങ്ങളത് സിനിമയിൽ കണ്ടതാ. പക്ഷെ നമ്മളത് നേരിട്ട് അനുഭവിച്ചപ്പോ അത് റിയൽ ആയിരുന്നു. ആ വെള്ളം അങ്ങനെ പൊങ്ങിക്കിടക്കുക. പക്ഷെ 2018 എന്ന് പറഞ്ഞ സിനിമയായിട്ട് വന്നു കഴിഞ്ഞപ്പോഴോ അത് ആർട്ടിഫിഷ്യലി ഉണ്ടാക്കിയതാ. അത് നിങ്ങൾ കണ്ടപ്പോ നമുക്ക് തോന്നിയില്ലേ അത് എങ്ങനെയായിരിക്കും അതിന്റെ പിന്നിൽ ഇത്ര കഷ്ടപ്പാട് അതിന് വേണ്ടിയിട്ട് സഹിച്ചിട്ടുണ്ടാവും അവരത് അങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ. അതുപോലെ ഉണ്ട് ഇപ്പൊ പുതിയ സിനിമകൾ ഇറങ്ങിയതിനകത്ത് ഒരുപാട് ഇപ്പൊ ഇറങ്ങിയിരിക്കുന്ന ഒരു സിനിമ ഉണ്ടല്ലോ, മഞ്ഞുമ്മൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമ ഇല്ലേ. അതിനകത്തും ഇതുപോലെ ഒരു ആർട്ടിന് കയ്യടി കൊടുക്കേണ്ട ഒരു പാർട്ടുകൾ ഉണ്ടെന്നാ പറഞ്ഞ. ഒരു ഗുഹയിൽ പെട്ടുപോകുന്ന എന്തൊക്കെയാണ് അത്. ഒരു ഗുഹ എന്ന് പറയുന്ന ഒരു വലിയ ഒരു ഏരിയ, ഒരു എന്താ പറയാ ഒരു ബിൽഡിംഗ് ആണ് ആ ഒരു ഗുഹയാക്കി മാറ്റിയേക്കണേന്ന് അവര് പറയുന്നത്. ഒക്കൽ ഗ്രാമത്തിലെ കഥയാ. അതെ, അത് ആക്ച്വലി ഉണ്ടായ കാര്യം തന്നെയാണ്. മഞ്ഞുമൽ നമ്മളുടെ ഇവിടെ അടുത്ത് തന്നെയാണ്, എറണാകുളത്തൊക്കെ തന്നെയാണ്. അപ്പൊ അവിടെ നടന്ന് അനുഭവിച്ച കുറെ ആളുകളുടെ എക്സ്പീരിയൻസ് ആണ് അത് ഷെയർ ചെയ്തപ്പോ ഒരു സിനിമയാക്കി എടുത്തു. അത് ഒരു വലിയ ബിൽഡിംഗ് ആണ്. അത്രയും വലിയ ബിൽഡിങ്ങിനെ ഗുഹയായിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അവിടെ അവര് എന്താ പറയാ ഇരുന്ന ഒരു മരം എന്ന് പറയുന്നതില്ലേ, ആ മരത്തിന്റെ ഒരു കുഞ്ഞു കമ്പുകൾ ഉണങ്ങിയൊക്കെ നിൽക്കണ്ടായുള്ളൂ. ഇപ്പൊ അത്
സ്ക്രൂ ചെയ്ത് അത്രയും വലിയൊരു മരം തന്നെയാക്കി മാറ്റിയത്. അന്ന് അവന്മാര് കയറിയിരുന്ന മരം അതൊക്കെ ദ്രവിച്ചൊക്കെ കുറെ വർഷങ്ങളായല്ലോ. അപ്പൊ അതൊക്കെ ഇപ്പൊ ചെറുതായി മാറി കുറ്റിയൊക്കെ ആയിട്ട് മാറി നിൽക്കുന്ന ആ കുറ്റിയെ കൂടിയൊക്കെ അവര് അതൊരു മരമായിട്ട് സൃഷ്ടിച്ചെടുത്തു എന്നൊക്കെയാ പറയണേ. അപ്പോ നോക്കുക, നമ്മള് അതിന്റെ ആർട്ട് എന്ന് പറയുന്നത് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകളാണ്. അപ്പൊ ഏതൊരു ഓർഗനൈസേഷനെയും ഓർഗനൈസേഷനാക്കി മാറ്റാൻ, ഇപ്പൊ നമ്മള് ഈ ഫിലിമൊക്കെ ഷൂട്ട് ചെയ്യുന്ന സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ നമ്മള് സ്ക്രീനിൽ ഭയങ്കര സെറ്റപ്പിലൊക്കെ എന്താ പറയാ നടീനടന്മാരെ അഭിനയിക്കുന്നതും അല്ലെ വെൽ മേക്കപ്ഡ് ആയിട്ടുള്ള ആളുകളൊക്കെ അഭിനയിക്കുന്നതൊക്കെ കാണുന്നുള്ളൂ. അവിടെ പുക വരുത്താൻ വേണ്ടിയിട്ട് പുകയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ വെയിലും ചൂടും ഒക്കെ കൊണ്ടിട്ട് അതിനുവേണ്ടി ശ്രമിക്കുന്ന ആളുകള്, പിന്നെ വെയിലത്തൊക്കെ ഓടി ട്രോളികൾ ഉന്തിക്കൊണ്ട് നടക്കുന്നവര് അല്ലെ, ക്യാമറ റോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ട്രോളീസ് തള്ളുന്നില്ല, അത് ഇഷ്ടം പോലെയുണ്ട്. നമ്മളത് കണ്ടാലേ നമുക്ക് അതിന്റെ ഇത്രയും എഫേർട്ടുകൾ ഈ ഒരു 2.25 മണിക്കൂർ ഒരു ഫിലിമിന് വേണ്ടിയിട്ട് ഇവർ എടുക്കുന്നുണ്ടോ എന്ന് നമ്മൾ തോന്നും. പിന്നെ ഒരു സ്ഥലത്ത് ഒരു ഏരിയയിൽ ഒരു ഷൂട്ടിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അടുത്തത് വേറെ ഏതെങ്കിലും നാട്ടിലായിരിക്കും. ഇതൊക്കെ പാക്ക് ചെയ്ത് വീണ്ടും അടുത്ത സ്ഥലത്തേക്ക് പോകണം. ഒത്തിരി എഫേർട്ട് ഉണ്ട്. നമ്മള് എന്താ പറയാ നിസ്സാരമായിട്ട് നമുക്കൊന്നിനെയും തള്ളിക്കളയാൻ പറ്റില്ല. അതുപോലെ ഒരു ഹോസ്പിറ്റലിന്റെ ആ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാനും ഹോസ്പിറ്റലിലെ കാര്യങ്ങളെല്ലാം തന്നെ എന്താ പറയാ A to Z എന്ത് കാര്യങ്ങളെയും കൃത്യമായിട്ട് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ പേഷ്യൻസിന് കൊടുക്കുന്ന രീതിയിലാക്കാനായിട്ട് there are many efforts working അല്ലെ. ഒരുപാട് എഫേർട്ട് എടുക്കുന്ന ഒത്തിരി ആളുകൾ ഹോസ്പിറ്റൽസിലുണ്ട് അല്ലെ. അപ്പൊ അവർ എന്ന് പറയുന്നത് ഞങ്ങളെ വീട്ടിൽ നിന്ന് ഒരു സിനിമ ഷൂട്ട് ചെയ്തിരുന്നു. അത് ജോസേട്ടന്റെ ഹീറോ ആണ്. ഞങ്ങളെ വീട്ടിൽ നിന്നേ ആണോ സിനിമ ഷൂട്ട് ചെയ്തിരുന്നു, ജോസേട്ടന്റെ ഹീറോ. അത് പക്ഷെ ആ ഫിലിം വിജയിച്ചില്ല. വെറും 2 സീനേ ഉണ്ടായിരുന്നുള്ളൂ ഇവിടുന്ന് വീട്ടിൽ നിന്ന്. പക്ഷെ അതിന് 2 ദിവസം അവരിവിടെ ക്യാമ്പ് ചെയ്തിട്ടാണ് അത് ചെയ്തത്. ഞങ്ങളെല്ലാം ഒരു വീടിന്റെ ഒരു ഭാഗത്തേക്ക് മാറ്റി. ഞങ്ങൾക്ക് ഫുഡൊക്കെ അവര് തന്നു. ഞങ്ങളെല്ലാം വീടിന്റെ ഒരു റൂമിൽ മാത്രമേ ഇരുന്നു. ബാക്കിയുള്ള സ്ഥലമൊക്കെ അവർ ഉപയോഗിച്ചു. അങ്ങനെ അവർക്ക് വേണ്ടി കൊടുത്തു അല്ലെ. അതുപോലെ നമ്മളൊന്നും വാങ്ങിച്ചിട്ടൊന്നുമില്ല, ഫ്രീ ആയിട്ട്. പക്ഷെ അത് അങ്ങനെ വിജയിച്ചില്ല. ആ സിനിമന്റെ പിന്നെ സ്റ്റോറി അത്ര നല്ലതല്ലായിരുന്നു. അത്ര അത് കേട്ടപ്പോഴേ ഞങ്ങൾ അന്നേ പറഞ്ഞിട്ടുണ്ട് ഇത് അത്ര വലിയതൊന്നും ആവൂലെന്ന്. പക്ഷെ 2 ദിവസം അവരിവിടെ ഫുഡ് ഉണ്ടാക്കലും എല്ലാ സംഭവങ്ങളും അവര് തന്നെ ചെയ്യണേ. അതിനൊക്കെ ഓരോരോ വിഭാഗം ആൾക്കാരുണ്ട്. അങ്ങനെ രണ്ട് സീൻ എടുത്തു. അതിന് വേണ്ടിയിട്ട് 2 ദിവസം സ്പെൻഡ് ചെയ്തു. അതായത് അവര് വളരെ ചെറിയ കുറച്ച് സീനുകളെ അവർക്ക് എടുക്കും. പക്ഷെ ഒരുപാട് എന്റെ മോളും പോയിട്ടുണ്ടായിരുന്നു. എന്റെ മകള് ഇതുപോലെ എന്റെ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഒരു എന്താ പറയാ ഡാൻസ് സീക്വൻസിലാണ്, മറ്റേ അരവിന്ദന്റെ അതിഥികൾ എന്ന് പറയുന്ന സിനിമയിലെ ഡാൻസ് സീക്വൻസിന് വേണ്ടി വിളിച്ചതാ. അപ്പൊ അവളും പോയിട്ടുണ്ടായിരുന്നു. അവള് ഇതുപോലെ തന്നെ ഞങ്ങള് അവിടെ പോയിട്ട് സ്റ്റേ ചെയ്യേണ്ടി വന്നു. ഇടുക്കിയില് വാഗമണില്. അപ്പൊ ഈ പറഞ്ഞ പോലെ ആ മലയുടെ പൊക്കത്തിലാ 2 ദിവസം ആണ് ഷൂട്ടിംഗ് ആയിരുന്നത്. 2 ഡാൻസ് എടുക്കാൻ വേണ്ടി മാത്രമാണ് പോയത്. അപ്പൊ ഇത് 2 ദിവസം കൊണ്ടാണ് ഇവര് ഷൂട്ട് ചെയ്തെടുക്കണേ. അതിനകത്ത് നടി ഇത്തിരി എന്താ പറയാ ഡാൻസ് അത്ര അങ്ങോട്ട് പെർഫെക്റ്റ് അല്ലാത്തതുകൊണ്ട് വന്ന പിള്ളേരുകളൊക്കെ നല്ല സൂപ്പറായിട്ട് ഡാൻസ് കളിക്കുന്നവരാണ്. പക്ഷെ പുള്ളിക്കാരിക്കായിരുന്നു ഇച്ചിരി പ്രശ്നം. കുറെ ടൈക്കൊക്കെ ആ മലയുടെ പൊക്കത്തിൽ നിന്ന് വെയിലുള്ളതെന്ന് പറയുന്നത് നിസ്സാര കാര്യമാണ്. കൊച്ചുകുട്ടികളൊക്കെ ആയതുകൊണ്ട് ഇവറ്റ കൊണ്ടുകൂടെ നമ്മളും പോകേണ്ടി വരും. കാരണം പെൺപിള്ളേരാണല്ലോ, നമുക്ക് അങ്ങനെ ഓടിച്ച് ഒറ്റയ്ക്കൊന്നും വിടാൻ പറ്റുന്നില്ലല്ലോ. അപ്പൊ ഈ പെൺപിള്ളേരെ കൊണ്ടത് ഈ പാരന്റ്സ് ഒക്കെ വന്നിട്ട് അവരും പോയി തങ്ങി അതിന്റെ പൊക്കത്തില് 2 ഇതാണ് ഇത്ര ഷോട്ട് എടുത്തിട്ടാണ് ഈ ഒരു സംഭവം ഷൂട്ട് ചെയ്തത് 2 ദിവസം കൊണ്ട്. അപ്പൊ അതാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർ ഒരുപാടുണ്ട്. പക്ഷെ അവരെയൊക്കെ അറിയാതെ പോകുന്നവരാണ്. അവരവിടെ ഇത് കാണിക്കും. സിനിമ തുടങ്ങുമ്പോ ആ സിനിമയില് നമ്മളാരും ശ്രദ്ധിക്കുന്നത് സിനിമ കാണാൻ പോകുന്നവര് ആരെങ്കിലും അതിനകത്ത് ആരൊക്കെയാണ് വർക്ക് ചെയ്തിരിക്കുന്നത്, ആർട്ടിൽ ആര് വർക്ക് ചെയ്തിരിക്കുന്നു, ആരാണ് ഇതിന് ഡയലോഗ് കൊടുത്തത് അല്ലെ, അതിന് സൗണ്ട് കൊടുത്തത്, സൗണ്ട് ഇഫക്റ്റ് ആരാണ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ നമ്മളതൊന്നും വായിക്കാറില്ല, ശ്രദ്ധിക്കാറ് പോലുമില്ല. അവിടെ ഒരുപാട് ആളുകൾ അവരവിടെ മെൻഷൻ ചെയ്യാറുണ്ട്. പക്ഷെ നമ്മൾ അവരെയൊന്നും സ്ക്രീനിൽ കാണാത്തത് കൊണ്ട് അവരെ നമ്മളൊന്നും പരിചയപ്പെടാറ് പോലുമില്ല. അതേസമയം നടൻ ആരാണ്, നടി ആരാണ്, അങ്ങനെയുള്ള അതിനെ സഹനടൻ അവരെയൊക്കെ നമ്മൾ വേഗം തന്നെ അന്വേഷിച്ച് അറിഞ്ഞിട്ടൊക്കെ നമ്മൾ ഫിലിം കാണാൻ പോകുക അല്ലെ. അപ്പൊ എഫേർട്ടുകൾ ഒരുപാടുണ്ട്. അപ്പൊ എന്ത് കാര്യത്തിനും ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ നമ്മുടെ വീടുകളിൽ തന്നെ മെയിൻ താരം ആരാണോ, കുറെ ആളുകളൊക്കെ വീട്ടിലുണ്ടെങ്കിലും മെയിൻ ആളുകൾക്കാണ് എപ്പോഴും പ്രാമുഖ്യം. അതേസമയം അവിടെ ആ വീടിനെ വീടാക്കുന്ന മറ്റ് കുറെ കാര്യങ്ങളൊക്കെ ഘടകങ്ങളൊക്കെ ഉണ്ട്. അതിന് കുറച്ച് എന്താ പറയാ ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത രീതിയിൽ ഹോസ്പിറ്റൽസിലും ഒരുപാട് വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ മറ്റ് വർക്ക്മെന്നൊക്കെ ഉണ്ട്. അവരൊക്കെ എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്നത്, ആ ഓപ്പറേറ്റീവ് മെത്തേഡുകളൊക്കെ തന്നെ എന്താണ് സാറ്റിസ്ഫാക്ടറി ആക്കി ആളുകൾക്ക് കൊടുക്കുക. അപ്പൊ അവിടെ വരുന്ന പേഷ്യന്റ്
പേഷ്യൻസിനൊക്കെ നല്ല രീതിയിൽ ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒക്കെ നന്നായി പ്രവർത്തിച്ച് ഇവരോടൊക്കെ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ ഇറ്റ് മേക്സ് എ ഗുഡ് റിലേഷൻ ബിറ്റ്വീൻ ദം. അവർ തമ്മിൽ ഒരു നല്ല ഒരു റിലേഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പൊ കമ്മ്യൂണിറ്റി ഓപ്പറേഷൻ, അതായത് നമ്മുടെ ഓപ്പറേറ്റിംഗ് മെത്തേഡിൽ കമ്മ്യൂണിറ്റിയോട് എങ്ങനെയാണ് എന്താ പറയാ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്, വരുന്ന സമൂഹത്തോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നതിന്റെ 3 ഫണ്ടമെന്റൽ ആയിട്ടുള്ള കമ്പോണന്റുകൾ പറഞ്ഞിട്ടുണ്ട്. 3 ഫണ്ടമെന്റൽ കമ്പോണന്റ്സ് ഓഫ് കമ്മ്യൂണിറ്റി ഓപ്പറേഷൻ. ഏതൊക്കെയാണത്? ഒന്ന്, ജോയ്ഫുൾ ആൻഡ് പൊളൈറ്റ് ബിഹേവിയർ. വളരെ പ്രസന്നവദനരായിട്ടൊക്കെ ഇരിക്കണം, എപ്പോഴും ചിരിച്ചൊക്കെ ഇരിക്കണം. രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ ഇങ്ങനെ ചിരിച്ച്, അതായത് നമ്മൾക്ക് ഒത്തിരി ഫീലിങ്സ് ഉണ്ടായിരിക്കാം, നമ്മൾക്ക് മനസ്സിൽ സങ്കടങ്ങൾ ഉണ്ടായിരിക്കാം. ജോലിക്കൊക്കെ പോകുന്ന സമയത്ത് ഒരുപാട് നമ്മളുടെ മൂഡ് സ്വിങ്സ് അനുസരിച്ച് നമ്മളുടെ ഇതിൽ മാറ്റങ്ങളുണ്ടാവും. പക്ഷെ ഇറ്റ് ഷുഡ് നോട്ട് ബി റിഫ്ലക്റ്റഡ് ഓൺ യുവർ ഫേസ്. നമ്മളുടെ ഫേസിൽ അത് വരാൻ പാടില്ല. ഇത്തരം ഓപ്പറേറ്റീവ് സിസ്റ്റംസ് കൺട്രോൾ ചെയ്തിരിക്കുന്ന സമയത്ത് വെൻ ദേ ഹാവ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് പേഷ്യൻസുമായിട്ടോ വിസിറ്റേഴ്സോ ആയിട്ടോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരുമ്പോൾ വി ഷുഡ് ബി ഓൾവേസ് ജോയ്ഫുൾ. നമ്മൾ എപ്പോഴും പ്രസന്നരായിട്ടിരിക്കുക, മാത്രമല്ല വളരെ പൊളൈറ്റ് ആയിട്ടുള്ള ബിഹേവിയർ കാഴ്ചവെക്കുക. അവർ ചോദിക്കുമ്പോ എന്താ പറയാ ഇഷ്ടപ്പെടാത്ത രീതി, നമുക്കറിയാലോ പൊളൈറ്റ് മാനറിസം എന്താണെന്ന് അറിയാലോ, വളരെ മര്യാദയോടുകൂടി സംസാരിക്കുക, അപ്പൊ മര്യാദയായിട്ട് പെരുമാറാതിരിക്കുക. അപ്പൊ ഒരു നല്ല റിലേഷൻ പബ്ലിക്കുമായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അല്ലെങ്കിൽ എന്താണ്, അവിടെ ചെല്ലുമില്ല അവിടെ വാദിച്ചിരിക്കുന്ന അതിന്റെ അടുത്തേക്ക് പോകണ്ട, അത് മനുഷ്യനെ കടിച്ചിറാൻ വരേണ്ട സൈസ എന്നൊക്കെ നമ്മൾ എപ്പോഴെങ്കിലൊക്കെ ചില ഓർഗനൈസേഷനിലൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് ഉണ്ടാകാറുള്ള അനുഭവങ്ങളാണ്. അടുത്ത എന്താ, ക്വിക്ക് ആൻഡ് എഫിഷ്യന്റ് ട്രീറ്റ്മെന്റ്. ആളുകളെ വന്നിരിക്കുന്ന പേഷ്യൻസിനെ അധികം ബോറടിപ്പിക്കാതെ. ചില ഹോസ്പിറ്റൽസിലേക്ക് നമുക്ക് പോകാൻ തോന്നില്ല. ചിലപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് പോകുന്ന ഡോക്ടേഴ്സ് ഒക്കെ ആയിരിക്കാം, കാലാകാലങ്ങളായിട്ടേ വർഷങ്ങൾ കഴിയുമ്പോ ഇവരൊക്കെ അങ്ങനെ വയസ്സായിക്കൊണ്ടിരിക്കും. ചില ഡോക്ടേഴ്സ് വയസ്സായാലും വന്നു ഇരുന്ന് ചികിത്സിക്കാൻ വന്നിരിക്കും അല്ലെ. ചിലപ്പോൾ അവർക്ക് അന്നേരമൊക്കെ എന്ത് ചെയ്യുന്നു, ഒരുപാട് സമയം എടുക്കും ഒരു പേഷ്യന്റിനെ തന്നെ നോക്കാനായിട്ട്. പക്ഷെ നമ്മളവിടെ പുറത്ത് പേഷ്യന്റ് മാത്രമല്ല, നമ്മുടെ പേഷ്യൻസ് കൂടി നശിച്ചിട്ടാണ് നമ്മളവിടെ പുറത്തിരിക്കുക. അപ്പൊ അകത്തേക്ക് കയറിയിരിക്കുന്ന ആളുകളെ ഒരു 10, 15, 20 മിനിറ്റ് ഒക്കെ എടുത്തിട്ട് നോക്കിയിട്ട് വീണ്ടും സ്റ്റെതസ്കോപ്പ് വെച്ച് തിരിച്ചും മറിച്ചും കിടത്തിയൊക്കെ നോക്കുന്നു. വീണ്ടും ആദ്യം ചോദിച്ച കാര്യമൊക്കെ വീണ്ടും മറന്നുപോയിട്ടുണ്ടാവും. കാരണം ഏജുകൾ മാറുമല്ലോ. അപ്പൊ അവരെന്ത് ചെയ്യും, വീണ്ടും ചോദിക്കും, പഴയ കാര്യം വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യും. അപ്പൊ ഇവിടെ സമയം പോവുകയാണ്. പക്ഷെ പുറത്തിരിക്കുന്ന പേഷ്യൻസ് ഒക്കെ ആയിട്ട്, അതായത് അക്ഷമരായിട്ട് അവിടെ പുറത്ത് കാത്തിരിക്കുകയായിരിക്കും. അത് ഭയങ്കര ബോറടി ആയിരിക്കും. അതൊരു നല്ല റിലേഷന് ആവില്ല. അത് നല്ല റിലേഷൻസ് ആക്കണമെങ്കിൽ ക്വിക്കായിട്ട് പെട്ടെന്ന് രോഗികളെയൊക്കെ നോക്കി വളരെ എനർജിയോടുകൂടി വരണം. രാവിലെ തന്നെ ഡോക്ടർമാരായാലും നഴ്സുമാരായാലും. അപ്പൊ എനർജറ്റിക് ആയിട്ടാകുമ്പോൾ ക്വിക്കായിട്ട് ഓരോ പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റും. മാത്രമല്ല എഫിഷ്യന്റ് ട്രീറ്റ്മെന്റും ആണ് കൊടുക്കേണ്ടത്. വേഗം നോക്കി അത് മര്യാദയ്ക്ക് പരിശോധിക്കൊന്നുമില്ല, എന്നാണ് കയറുന്നത്, എന്നിട്ട് കുറച്ച് മരുന്ന് എഴുതിയിട്ട് നിങ്ങൾ വിട്ട് ഒരു കുറവില്ല എന്നൊക്കെയാണെന്ന് ചില ആളുകൾ എന്താ പറയാ അല്ലെ. പക്ഷെ എഫിഷ്യന്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് കൂടി പ്രൊവൈഡ് ചെയ്യുന്നുള്ളതാണ് രണ്ടാമത്തെ ഫണ്ടമെന്റൽ കമ്പോണന്റ്. മൂന്നാമത്തെ എന്താ, ക്ലിയർ എൻവയോൺമെന്റ് ആൻഡ് വെൽ അപ്പിയറൻസ് ഓഫ് ദ വർക്കേഴ്സ് ആണ്. അതായത് അവിടെ വരുമ്പോ എൻവയോൺമെന്റ് ഷുഡ് ബി നീറ്റ് ആൻഡ് ക്ലീൻ അല്ലെ. നമ്മൾ പറഞ്ഞു ഹൗസ് കീപ്പിംഗ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് ഹോസ്പിറ്റലിൽ. നമ്മൾ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് ഹോസ്പിറ്റലൊക്കെ പഠിച്ചത് ആദ്യത്തെ ക്ലാസ്സിലൊക്കെ. അപ്പൊ അതിനകത്ത് ഒരെണ്ണമാണ് ഒരു സപ്പോർട്ടീവ് സിസ്റ്റത്തിൽ വരുന്ന, സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിൽ വരുന്നതാണ് ഹൗസ് കീപ്പിംഗ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ അവിടുത്തെ ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് ഷുഡ് ബി റെസ്പോൺസിബിൾ ഫോർ മേക്കിംഗ് ദ എൻവയോൺമെന്റ് ഓഫ് ദ ഹോസ്പിറ്റൽ നീറ്റ് ആൻഡ് ക്ലീൻ. എപ്പോഴും അതിനെ നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെക്കുക. ഇപ്പോൾ നമ്മൾ കണ്ടിട്ടില്ലല്ലേ, മോപ്പൊക്കെ പിടിച്ചിട്ട് എപ്പോഴും കടന്ന് തുടയ്ക്കുന്ന ജോലിക്കാരെ കണ്ടിട്ടുണ്ട്. ഇപ്പോഴത്തെ സിസ്റ്റം അനുസരിച്ച്. അല്ലെങ്കിൽ പണ്ടൊക്കെ ആണെങ്കിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് വൃത്തിയില്ലാത്ത എന്താ പറയാ, നമുക്ക് തന്നെ ഹൈജീനിക് അല്ലാത്ത ഒരു ഇടത്തൊക്കെ പോയിരിക്കാനായിട്ട് ഇഷ്ടപ്പെടില്ല അല്ലെ. അവിടുത്തെ എന്താ പറയാ യൂസ് ചെയ്യുന്ന പലതരത്തിലുള്ള മരുന്നുകളുടെയോ പലതരത്തിലുള്ള ഫ്ലൂയിഡിന്റെയോ എന്താ പറയാ ലിക്വിഡിന്റെ ഒക്കെ സ്മെല്ലുകളൊക്കെ നമുക്ക് എല്ലാവർക്കും അത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല അല്ലെ. അത് സഹിച്ചിരിക്കാൻ പറ്റില്ല. അപ്പൊ നമുക്കുണ്ടാകുന്ന ചില ഇറിറ്റേഷൻസ് ഉണ്ടാകുമല്ലോ. അത് വരുത്താതെ ക്ലീൻ എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യുക ഹോസ്പിറ്റലിൽ. മാത്രമല്ല വെൽ അപ്പിയറൻസ് ഓഫ് ദ വർക്കേഴ്സ്. ഞാൻ ഇന്ന ജോലിയാണ് ചെയ്യുന്നത്, അപ്പൊ ഞാൻ എങ്ങനെയുള്ള വസ്ത്രം ധരിച്ചാലും പറ്റില്ല. കാരണം ഇതൊരു ഹോസ്പിറ്റലാണ്. ഹോസ്പിറ്റലിൽ ഇൻഫെക്ഷൻസും ബാക്ടീരിയാസ് ക്രോസ് കണ്ടാമിനേഷൻസ് ഒക്കെ നടക്കാൻ സാധ്യത കൂടുതലുള്ള ഒരു സ്ഥലമാണ്. സോ അവിടെ ഉള്ള വർക്കേഴ്സ് ഒക്കെ അപ്പിയറൻസിൽ തന്നെ അവർ വെൽ ഡ്രസ്ഡ് ആയിരിക്കണം. കോട്ടൊക്കെ ഉണ്ടല്ലോ ഇപ്പോഴത്തെ അല്ലെ. അപ്പൊ നല്ല ഡ്രസ്സുകളൊക്കെ ഉള്ളിലിടുന്നതൊക്കെ എന്താ പറയാ കീറിയതാണെങ്കിലും കുഴപ്പമില്ല. പക്ഷെ മുഷിഞ്ഞത് വൃത്തിയില്ലാത്തതൊക്കെ ഉപയോഗിക്കാതെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് അവരുടെ അപ്പിയറൻസിലും വർക്കേഴ്സ് അത് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് മൂന്നാമത്തെ എന്താ പറയാ ഫണ്ടമെന്റൽ കമ്പോണന്റ്. അപ്പൊ ദീസ് ആർ ദ 3 ഫണ്ടമെന്റൽ കമ്മ്യൂണിറ്റി ഓപ്പറേഷൻസ് ഓഫ് എ ഹോസ്പിറ്റൽ. ഒരു ഹോസ്പിറ്റലിൽ വേണ്ട ഫണ്ടമെന്റൽ അടിസ്ഥാനപരമായിട്ട് വേണ്ട 3 കമ്പോണന്റുകളാണ്. ഏതൊക്കെയാണത്? joyful and polite behavior,
quick and efficient treatment, clear environment and well appearance of the workers. മനസ്സിലായോ? മനസ്സിലായോ? ഇനി എന്താണ് അപ്പൊ എന്താ പറയാ, ഇനിയും ഹോസ്പിറ്റലില് എന്താ പറയാ പലതരത്തിലുള്ള ഓരോ കാര്യങ്ങൾ, ഓരോ രീതിയിൽ പ്രവർത്തിക്കുന്ന ഓരോ മേഖലയിലും ഓപ്പറേഷൻസ് ഇംപ്രൂവ് ചെയ്യാൻ ആയിട്ടുണ്ട്. അപ്പോ അത് എന്തൊക്കെയാണ് എന്നാണ് പറഞ്ഞത്. സം ഓപ്പറേഷൻസ് ഓഫ് ഇംപ്രൂവിംഗ് ഓപ്പറേഷൻസ് ഓഫ് ഹോസ്പിറ്റൽ. അതായത് ഹോസ്പിറ്റലില് പല ഇംപ്രൂവ്മെന്റ്, പലതരത്തിലുള്ള എന്താ പറയാ മെച്ചപ്പെടുത്തലുകൾ വേണ്ടത് എന്തൊക്കെയാണ് എന്നാണ് പറയുന്നത്. എ ഹൈ ക്വാളിറ്റി പേഷ്യന്റ് കെയർ ഈസ് ഓൺ ബേസിസ് ഓഫ് ഗുഡ് പബ്ലിക് റിലേഷൻ. ഇനിയും പബ്ലിക് റിലേഷൻ മെച്ചപ്പെടുത്താൻ വേണ്ട ഒരു കാര്യമാണ് എന്താണ് ഹൈ ക്വാളിറ്റി പേഷ്യന്റ് കെയർ. പേഷ്യൻസിനെ ക്വാളിറ്റി ആയിട്ട് തന്നെ കെയർ ചെയ്യുക എന്ന് വെച്ചാൽ വളരെ മികച്ച രീതിയിൽ നല്ല രീതിയിലുള്ള സേവനങ്ങൾ തന്നെ ഹോസ്പിറ്റലിൽ പ്രൊവൈഡ് ചെയ്യാം. എങ്ങനെയെങ്കിലൊക്കെ നോക്കി 3 നേരം മരുന്ന് കൊടുക്കാനായിട്ട് പോകുന്നുണ്ട്, അങ്ങനെയല്ല. നീറ്റ് ആൻഡ് ക്ലീൻ. അവര് ക്ലീൻ ആണോ? പേഷ്യൻസും ക്ലീൻ ആണോ? അല്ലെ? അവർ കിടക്കുന്ന ഇടം വളരെ ഹൈജീനിക് ആണോ? ഇപ്പൊ ചില നഴ്സുമാരൊക്കെ ഇങ്ങനെ ഹോസ്പിറ്റലിലേക്ക് ഇൻ പേഷ്യൻസ് ആയിട്ട് കിടത്തിരിക്കുന്ന മുറിയിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ അവര് ചില ഇൻസ്ട്രക്ഷൻസ് കൊടുക്കും. അവര് എന്താ പറയാ പേഷ്യന്റിനെ കിടത്തിരിക്കുന്നു എന്താ പറയാ, എന്നിട്ട് അവിടെ കൊണ്ടുവന്നിട്ട് പല രീതിയിലുള്ള സാധനങ്ങളൊക്കെ ചുറ്റും കൊണ്ടുവന്ന ഒരു മേശയോ എന്തെങ്കിലും ചെറിയ കുഞ്ഞ് മേശയായിരിക്കും, അവിടെ കൊണ്ടുവന്ന് ഇല്ലാത്ത വീട്ടിലുള്ള എല്ലാ സാധനവും കെട്ടിപ്പറക്കി ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കും. അപ്പൊ അവിടെ എന്താ പറയാ ഒരു പേഷ്യന്റ് കിടക്കുന്ന എടുത്ത് കൊണ്ടുവന്നിട്ട് ഇത്തരം അവര് തന്നെ ഹൈജീനിക് അല്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ചില നഴ്സുമാരൊക്കെ വന്നിട്ട് അത് കാര്യമായിട്ട് പറയും അവര്, അല്ലെ അങ്ങനെ ചെയ്യരുത്, ഇതൊക്കെ നിങ്ങൾ മാറ്റി വെക്കുക, ഇതൊരു ഹോസ്പിറ്റൽ ഡോക്ടർ വരുമ്പോ ചീത്ത പറയും, അങ്ങനെയൊക്കെ പറയും. എന്തിനു വേണ്ടിയിട്ട്? അത് ഹോസ്പിറ്റലിന്റെ ഹൈജീനിക് ഒരു കണ്ടീഷൻസ് കീപ്പ് ചെയ്യാൻ വേണ്ടി. ചില ഹോസ്പിറ്റൽസിൽ നമുക്ക് കണ്ടാക്കിയ ആൾക്കാരാണ്, നമ്മുടെ ഇവിടെ ഹോസ്പിറ്റലുകൾ അങ്ങനത്തെ 2-3 ഒക്കെ ഉണ്ട്. അവിടെ നമ്മൾ കൊണ്ടുപോകുന്ന ഫുഡ് ഐറ്റംസ് ഒന്നും അകത്തേക്ക് പ്രവേശിപ്പിക്കില്ല. ബിക്കോസ് അത് അവരുടെ ഹൈജീനിക് പ്രോസസ്സിന്റെ ഒരു ഭാഗമാണ്. അവര് അവിടെ വേസ്റ്റുകളും അതുപോലെ തന്നെ ഇന്ന് ആളുകളൊക്കെ യൂസ് ചെയ്യുന്ന പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് ഒക്കെ എന്തെങ്കിലും കൊണ്ടുവന്നെങ്കിൽ അതൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇട്ട് കഴിയുമ്പോൾ അത് നമ്മളുടെ എക്കോസിസ്റ്റത്തെ ബാധിക്കുമല്ലോ. അതുകൊണ്ട് അതൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അവർ അങ്ങോട്ടേക്ക് കയറ്റില്ല. ഇപ്പൊ രാജഗിരി ഞങ്ങളുടെ അടുത്തുള്ള ഹോസ്പിറ്റലൊക്കെയാണ്, വലിയ ഹോസ്പിറ്റലാണ്. അവിടെ സിറ്റിയിൽ അങ്ങനെ ആസ്റ്ററിലും അങ്ങനെ തന്നെയാണ്. അവിടെയൊന്നും ഇത്തരം നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു ഫുഡ് ഐറ്റവും കൊണ്ടുപോകാൻ പറ്റില്ല. അവിടെയുണ്ട്. അപ്പൊ നമ്മൾ അക്കോർഡിംഗ് ടു അവർ മെനു, നമ്മുടെ മെനു അനുസരിച്ച് പേഷ്യന്റിന് ഡയറ്റിംഗ് ഉണ്ടെങ്കിൽ അത് അവിടെ അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയറ്റീഷ്യന്റെ ഇതനുസരിച്ച് പേഷ്യന്റിന് ഫുഡ് പ്രൊവൈഡ് ചെയ്യും. നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഓർഡർ കൊടുത്താൽ മതി, അവിടെ വരും, അല്ലെ? ആ മുറിയുടെ അവിടെ കൊണ്ടുവന്ന് അവർ തരും, സപ്ലൈ ചെയ്യുന്നതായിരിക്കും. അല്ലാതെ ഒരു ചെറിയ ഒന്ന് പോലും നമ്മള് ബാഗൊക്കെ അവർ സെർച്ച് ചെയ്തിട്ടാണ് നമ്മളെ പൊക്കത്തിലേക്ക്, അല്ലെങ്കിൽ എവിടെയാണ് നമ്മൾ വിസിറ്റേഴ്സ് ഒക്കെ ചെല്ലുമ്പോ അവര് നമ്മളുടെ സാധനങ്ങൾ സെർച്ച് ചെയ്തിട്ടാണ് അവരെ നമ്മളങ്ങോട്ട് കയറ്റിവിടുക. കാരണം ഒന്നും അലൗബിൾ അല്ല അവിടെ അകത്തേക്ക്. അത് അവരുടെ ഹൈജീനും അതുപോലെ തന്നെ ഹൗസ് കീപ്പിങ്ങിന്റെ ഒക്കെ ഒരു ഭാഗം തന്നെയാണ്. അതൊക്കെ നല്ല കാര്യം തന്നെയാണ്. കാരണം ഈ പറയുന്ന പോലെ വലിച്ചു വാരി ചില ആളുകൾ ഈ ഉള്ള കണ്ട സാധനമൊക്കെ വഴിയിൽ നിന്ന് കിട്ടുന്നതൊക്കെ വലിച്ചു വാരി അങ്ങോട്ടേക്ക് വാങ്ങിച്ചുകൊണ്ട് പോകും, അല്ലെ? അത് അവിടെ കൊണ്ടുവച്ച് ചിലപ്പോൾ അത് ചിലത് കഴിച്ചു, അല്ലെങ്കിൽ ബാക്കിയുള്ളതൊക്കെ അവിടെ ഇരുന്ന് ചീഞ്ഞ് അതിൽ നിന്നും ഉണ്ടാകും ചില ഫംഗസും ബാക്ടീരിയാസും ഒക്കെ. അതൊക്കെ വെറുതെ നമ്മുടെ ഇൻഫെക്ഷൻസ് വർദ്ധിപ്പിക്കാനാണ് സാധ്യതകളുള്ളത്. കൊച്ചുകുട്ടികളൊക്കെ വാവകളൊക്കെ ജനിക്കുമ്പോഴൊക്കെ ആൾക്കാർ കൊണ്ടുപോകും, അല്ലെ? ഈ ഫ്രൂട്ട്സ് ഒക്കെ ഏറ്റിപ്പിടിച്ച് പോകും. കൊച്ചുകുട്ടി കഴിക്കാനൊന്നും പറ്റൊന്നുമില്ല. പക്ഷെ എങ്കിലും ഒരു ആചാരം, ചില ആചാരങ്ങൾ. പക്ഷെ അതൊക്കെ മാറ്റി ഇപ്പൊ കുറെ ഹോസ്പിറ്റൽസിലൊക്കെ അങ്ങനെയൊക്കെ ആക്കിയിട്ടുണ്ട്. അപ്പൊ അത് ക്വാളിറ്റി എന്താ പറയാ, അത് നമ്മുടെ ഹോസ്പിറ്റൽസിന്റെ ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട്. അപ്പൊ പേഷ്യന്റിനെ എന്താ പറയാ വളരെ നല്ല രീതിയിലുള്ള ക്വാളിറ്റി ആയിട്ടുള്ള കെയറിംഗ് ആണ് കൊടുക്കേണ്ടത്. ഇറ്റ് വിൽ ഇൻക്രീസസ് ദ ഗുഡ് റിലേഷൻ ബിറ്റ്വീൻ ദ ഹോസ്പിറ്റൽ ആൻഡ് ദ പേഷ്യൻസ്. പേഷ്യന്റും പബ്ലിക്കും ഒക്കെ തമ്മിലുള്ള റിലേഷൻസ് വർദ്ധിപ്പിക്കാനായിട്ട് അത് കാരണമാകും. പിന്നെ എന്താ പറയാ, സഫീഷ്യന്റ് ഫിസിക്കൽ ഫെസിലിറ്റി വിത്ത് ഫങ്ഷണൽ ലേ ഔട്ട്. അതായത് അവരുടെ അപ്പിയറൻസ്, ഹോസ്പിറ്റലിന്റെ തന്നെ ലേ ഔട്ട് എന്ന് പറഞ്ഞാൽ അവരുടെ ബിൽഡിങ്ങിന്റെ എന്താ പറയാ സ്ട്രക്ചർ, മറ്റു കാര്യങ്ങളൊക്കെ അതൊക്കെ വളരെ സഫീഷ്യന്റ് ആയിട്ട്, അതൊരു നല്ല സൗകര്യമുള്ള ഇടം തന്നെയായിട്ട്. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു, ഫാർമസി എന്ന് പറഞ്ഞ ടോപ്പിക് ഒക്കെ പഠിച്ചപ്പോ ഫാർമസി ഒരു ഇത്തിരി ഏരിയ ഉള്ള സ്ഥലമായിരിക്കും. തിക്കും തിരക്കും കൂടുതൽ വരാനുള്ള സാധ്യതയുള്ള സ്ഥലമാണ്, അല്ലെ? ഇനിയിപ്പോ മരുന്ന് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആളുകൾക്ക് റെസ്റ്റ് ചെയ്യാൻ ഒത്തിരി സ്ഥലം, അവിടെ എന്താ പറയാ അവർക്ക് അവയർനെസ് കൊടുക്കുന്ന രീതിയിൽ മരുന്നുകളുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പിക്ചേഴ്സും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഒന്ന് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചാൽ അവരതൊക്കെ വായിച്ചുകൊണ്ടൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യും, അല്ലെ? അപ്പൊ അവർക്ക് ബോറടിക്കില്ല. അതുപോലെയുള്ള എന്തെങ്കിലും തരത്തിലുള്ള മാഗസിൻസോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അവരത് മറിച്ച് നോക്കിയൊക്കെ അവിടെ ഇരുന്നോളും. അതൊക്കെ കുറച്ച് കാര്യങ്ങളാണ്. അപ്പൊ അതേ നോക്കി എങ്ങനെയാണ് ഫിസിക്കൽ ലേ ഔട്ട് ഗുഡ് ആക്കണം, അല്ലെങ്കിൽ ഫങ്ഷണൽ ലേ ഔട്ട് ഒക്കെ നല്ല
വൃത്തിയുള്ളതും ഫെസിലിറ്റി ഉള്ളതും ആക്കണം എന്ന് പറയുമ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് വെയിറ്റിംഗ് റൂം വിത്ത് ബെഞ്ചസ് ഓർ ചെയർസ്. കണ്ടോ, വെയിറ്റിംഗ് റൂമിൽ ബെഞ്ചോ ചെയറോ ഒക്കെ ഇട്ട് വെക്കാൻ മാത്രമല്ല റിഫ്രഷ്മെന്റ് ഫെസിലിറ്റി. ഇടയ്ക്കൊന്ന് ചില എന്താ പറയാ കുറെ നേരമൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരുമ്പോൾ ഒരു ചെറിയ ചായ അല്ലെ, മിക്ക ഹോസ്പിറ്റലിൽ ഇപ്പൊ കാണാം. ഇപ്പൊ പറഞ്ഞ ആസ്റ്ററിലും അതുപോലെ തന്നെ രാജഗിരിയിലും ഒക്കെ ഉണ്ട്. അതൊക്കെ തന്നെ ചെല്ലുന്നിടത്ത് തന്നെ ഫ്രണ്ടിൽ തന്നെയാണ് നമ്മുടെ ഫാർമസിയും ക്യാഷ് പേയ്മെന്റും ഒക്കെ ബിൽ പേയ്മെന്റ് ഒക്കെ നടക്കുന്ന സ്ഥലം. അപ്പൊ അവിടെ കുറച്ചു നേരമൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ അവിടെ റിഫ്രഷ്മെന്റ് ഏരിയ ഉണ്ട്, ചെറിയ കാപ്പിയോ അല്ലെങ്കിൽ ചെറിയ സ്നാക്സുകളോ അല്ലെങ്കിൽ വെള്ളമോ ഒക്കെ നമുക്ക് കിട്ടുന്ന ആ ഒരു സ്ഥലം. അപ്പൊ റിഫ്രഷ്മെന്റ് ഫെസിലിറ്റി ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ കൃത്യമായിട്ട് കൊടുക്കുക. വെയിറ്റിംഗ് റൂമില് ബെഞ്ചോ ചെയർസോ ഒക്കെ ഇട്ടിട്ട് ഒരു ഫിസിക്കൽ ലേഔട്ട്, നല്ല ഫെസിലിറ്റി ഉള്ള ഒരു ഫിസിക്കൽ ലേഔട്ട് ആണ് കൊടുക്കേണ്ടത്. അത് പബ്ലിക് റിലേഷൻസ് ഇൻക്രീസ് ചെയ്യാനായിട്ട് സഹായിക്കും. പിന്നെന്താ, മേക്കിംഗ് അതേഴ്സ് ഹാപ്പി മസ്റ്റ് ബി അവേഴ്സെൽസ് ഹാപ്പി. നമ്മൾ എന്ത് ചെയ്യണം, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കണം. നമ്മളുടെ സേവനങ്ങളിലൂടെ മറ്റു രീതിയിലൂടെ നമ്മൾ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കണം. എങ്കിൽ വി ഷുഡ് ബി ഓൾവേസ് ഹാപ്പി. നമ്മൾ സന്തോഷത്തോടെ ഇരിക്കണം. ഇപ്പൊ നമ്മളവര് ഇപ്പൊ ഓരോ ദിവസവും ഹോസ്പിറ്റലിലേക്ക് വർക്ക് ചെയ്യാൻ വരുന്ന ഓരോ തരത്തിലുള്ള ജോലിക്കാരും, നഴ്സ് ആയിക്കോട്ടെ, ഡോക്ടർ ആയിക്കോട്ടെ, മറ്റേതെങ്കിലും തരത്തിലുള്ള വർക്ക്മെൻ ആയിക്കോട്ടെ, എല്ലാവരും അവിടെ വരുമ്പോ ഏത് ബോർഡിലാണ് വന്നാലും ഇവിടെ വന്ന് പണി കയറുമ്പോ എന്താകുക, അവര് സന്തോഷവാന്മാരായിട്ട് തന്നെ എന്താ പറയാ ഇരിക്കുക. എന്നാലേ നമുക്ക് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ പറ്റുള്ളൂ. നമ്മൾ സന്തോഷത്തോടെ ഇരിക്കാം. നമ്മൾ എന്ത് സങ്കടം ഉണ്ടെങ്കിലും സന്തോഷത്തോടെ ഇരുന്നാലാണ് അവരെ സന്തോഷിപ്പിക്കാൻ പറ്റുള്ളൂ. പിന്നെ എന്താ പറയാ, ഗുഡ് മൊറൈൽ ഓഫ് ദ വർക്കേഴ്സ്, അതായത് ജോലിക്കാരുടെ നല്ല എന്താ പറയാ പെരുമാറ്റം, അതുപോലെ തന്നെ അവരുടെ പ്രവർത്തനങ്ങളൊക്കെ അത് എന്ത് ചെയ്യും, ഇറ്റ് വിൽ ഇംപ്രൂവ് ദ എഫിഷ്യൻസി ഓഫ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന്റെ എന്താ പറയാ എഫിഷ്യൻസി അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ കാര്യങ്ങൾ ഇംപ്രൂവ് ചെയ്യും. മാത്രമല്ല വർക്കേഴ്സിനെ ഒരു പോസിറ്റീവ് മാനറിൽ മറ്റുള്ളവരുമായിട്ട് പെരുമാറാനായിട്ട്, മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറാം അതൊരു പോസിറ്റീവ് മാനറിലേക്ക് ആക്കാനും, അതുപോലെ തന്നെ പേഷ്യൻസിനോടും പോസിറ്റീവ് മാനറിൽ പെരുമാറാനും ഒക്കെ സാധിക്കുമെന്നാണ്. അതായത് നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ നമ്മളുടെ പ്രവർത്തനങ്ങളും നമ്മൾ ഹാപ്പിയോട് കൂടിയാണ് ചെയ്യുക. അത് മേക്സ് അതേഴ്സ് ഹാപ്പി, അത് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കും. അപ്പൊ ഗുഡ് മൊറൈൽ ഓഫ് വർക്കേഴ്സ്, അതായത് ജോലിക്കാരുടെ നല്ല പ്രവർത്തികള്, നല്ല മനോവികാരങ്ങള്, ധൈര്യം, അതൊക്കെ ഇംപ്രൂവ്സ് ദ എഫിഷ്യൻസി, അവരുടെ തന്നെ കാര്യക്ഷമത വർദ്ധിപ്പിക്കും. മാത്രമല്ല പേഷ്യൻസിനോടും മറ്റുള്ളവരോടും ഒക്കെ എന്താ പറയാ നല്ല രീതിയിലുള്ള ഒരു ഇത് കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. പിന്നെന്താണ്, ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസി വിത്ത് ഇഫക്റ്റീവ് കോർഡിനേഷൻ. പിന്നെ എല്ലാ ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റ്, ഒരു ഹോസ്പിറ്റലിൽ ദർ വിൽ ബി ഡിഫറെന്റ് ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റ്സ്. ഓരോ ഡിപ്പാർട്ട്മെന്റിനും അതിൻ്റെതായ ക്ലിനിക്കുകൾ ഉണ്ടല്ലോ. അപ്പൊ ഈ എല്ലാ ക്ലിനിക്കിലും എന്ത് ചെയ്യുക, കോർഡിനേറ്റ് ചെയ്യുക, എല്ലാത്തിനെയും കോർഡിനേറ്റ് ചെയ്ത് ക്രോഡീകരിച്ച്, അതുപോലെ തന്നെ സപ്പോർട്ടീവ് ഏരിയാസ് ഉണ്ട്, അതായത് ഹോസ്പിറ്റലിനെ സപ്പോർട്ട് ചെയ്യുന്ന സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. അതെല്ലാം തന്നെ നല്ല രീതിയിൽ ഒരു ഗുഡ് അഡ്മിനിസ്ട്രേഷനിലൂടെ കോർഡിനേറ്റ് ചെയ്യുക. ആൻഡ് ഇറ്റ് ക്യാൻ ഇൻക്രീസ് ദ എഫിഷ്യൻസി. അങ്ങനെ എല്ലാത്തിനെയും അഡ്മിനിസ്റ്റർ ചെയ്ത് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ അവരുടെ ഓരോ ക്ലിനിക്കിന്റെയും ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും എഫിഷ്യൻസി വർദ്ധിപ്പിക്കാൻ സാധിക്കും. മാത്രമല്ല അതോടൊപ്പം തന്നെ അഡ്മിനിസ്ട്രേഷൻ, പിന്നെ ഓർഗനൈസേഷന്റെ സ്ട്രക്ചർ, അവരുടെ പോളിസീസ്, പ്രൊസീജിയേഴ്സ്, അവരുടെ റെസ്പോൺസിബിലിറ്റീസ്, അവരുടെ അതോറിറ്റീസ് ഷുഡ് ബി clearly understood by each and every staff of the hospital. ഹോസ്പിറ്റലിലെ എല്ലാ സ്റ്റാഫിനും അവിടുത്തെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ക്രോഡീകരിച്ച് കൊണ്ടുപോയി കഴിഞ്ഞാലേ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളെ കുറിച്ച് നല്ല ബോധം ഉണ്ടായിരിക്കും. അവിടെ എന്തൊക്കെ പോളിസീസ് ഉണ്ട്, ഒരു ഹോസ്പിറ്റലിന്റെ പ്രത്യേക പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്, അവരുടെ അധികാരങ്ങൾ എന്തൊക്കെയാണ്, അവരുടെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്, ഇതിനെ കുറിച്ചൊക്കെ എല്ലാം ഒരു അറിവുണ്ടെങ്കിൽ അതെങ്ങനെ ഉണ്ടാകുക, ഇവരൊക്കെ കോർഡിനേറ്റ് ചെയ്യണം. ആര്, ഹോസ്പിറ്റലിന്റെ അഡ്മിനിസ്ട്രേറ്റർ തന്നെ. അപ്പൊ അഡ്മിനിസ്ട്രേറ്റർ ഇതെല്ലാം കോർഡിനേറ്റ്, അതുപോലെ തന്നെ അത് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്ന സമയത്ത് അവർ തമ്മിൽ ആർക്കും തമ്മിൽ കൺഫ്യൂഷൻസ് ഇല്ല. ഓരോ സ്റ്റാഫിനും എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് മനസ്സിലാകും, വ്യക്തതയുണ്ടാകും എല്ലാ കാര്യത്തിലും. ആൻഡ് അത് എന്ത് ചെയ്യും, അത് ഓർഗനൈസേഷന്റെ എഫിഷ്യൻസിയെ വർദ്ധിപ്പിക്കാൻ കാരണമാവുകയും ചെയ്യും. അപ്പൊ ഇതാണ് ഓപ്പറേറ്റീവ് മെത്തേഡ്സ് എന്ന് വിളിക്കുക. അപ്പൊ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആസ് എ ഹോൾ, മൊത്തത്തിലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ എന്താ പറയാ റിലേഷൻസ് ആണ് നമ്മൾ പറഞ്ഞത്. എല്ലാവരും റിസപ്ഷനിസ്റ്റ്, അതായത് ഫ്രണ്ട് ഓഫീസിലുള്ളത്, അതുപോലെ തന്നെ ക്ലർക്ക്, അതുപോലെ തന്നെ ഓഫീസ് അഡ്മിഷൻ നടത്തുന്ന ഓഫീസ്, ഇതൊക്കെ എല്ലാം എന്താ പറയാ ഓപ്പറേറ്റ് ചെയ്യുന്ന സിസ്റ്റം തന്നെയാണ്. ഇതെല്ലാം തന്നെ നല്ല രീതിയിൽ പ്രവർത്തിച്ച് പേഷ്യൻസിന് സാറ്റിസ്ഫാക്ഷൻ കൊടുത്താൽ മാത്രമേ എന്ത് കിട്ടുള്ളൂ, അവിടെ ഒരു നല്ല റിലേഷൻസ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ഓപ്പറേറ്റീവ് മെത്തേഡ്സ് ഒന്ന് വേഗം വായിച്ചു നോക്കിയേ. ഓപ്പറേറ്റീവ് മെത്തേഡ്സ്
ആ 3 ഫണ്ടമെന്റൽ ഇത് കമ്പോണൻസ് പഠിച്ചു വെക്കണം കേട്ടാ. ഓപ്പറേഷൻസിന്റെ ഓപ്പറേറ്റീവ് മെത്തേഡിലെ 3 ഫണ്ടമെന്റൽ കമ്പോണൻസ്. ഓക്കെ, കഴിഞ്ഞോ? വായിച്ച്. ഓക്കെ, അപ്പൊ അടുത്തത് നോക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞു രണ്ടായിട്ടാണ് നമ്മളുടെ മെത്തേഡ്സ്, പബ്ലിക് റിലേഷൻസിന്റെ മെത്തേഡുകൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് അല്ലെ. പബ്ലിക് റിലേഷൻസിന്റെ റിലേഷൻസ് ഓഫ് എ കമ്മ്യൂണിറ്റി എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം, അത് രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഓപ്പറേറ്റീവ് മെത്തേഡ്സ് ആൻഡ് കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്. അപ്പൊ ഓപ്പറേറ്റീവ് മെത്തേഡ്സ് ആണ് നമ്മളിപ്പോ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. അടുത്തത് നമ്മളുടെ കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് ആണ്. അപ്പൊ എന്തൊക്കെയാണ് ഇനി കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡിൽ? കമ്മ്യൂണിക്കേഷനിലൂടെ, മറ്റേതൊക്കെ ഓപ്പറേഷൻസിലൂടെ ചെയ്യുന്ന പ്രവർത്തികളാണ്. അവര് എങ്ങനെ പ്രവർത്തിക്കുന്നു അത് പബ്ലിക്കിന് നല്ല രീതിയിൽ സാറ്റിസ്ഫാക്ഷൻ കൊടുക്കണം, ആ ഒരു റിലേഷൻ ഉണ്ടാക്കണം. അങ്ങനെ പബ്ലിക് റിലേഷൻസ് നല്ല രീതിയിൽ ഒരു ഗുഡ് പബ്ലിക് റിലേഷൻ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. എന്നാൽ കമ്മ്യൂണിക്കേഷൻസിലൂടെ, അതായത് കമ്മ്യൂണിക്കേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ എങ്ങനെയാണ് നമുക്കൊരു പബ്ലിക് റിലേഷൻ ഗുഡ് ആക്കി മാറ്റാൻ പറ്റുക, അതിന് കുറച്ച് പോയിന്റുകൾ തന്നിട്ടുണ്ട്. പോയിന്റുകൾ മനസ്സിലാക്കി വെക്കാൻ മാത്രമേ ഉള്ളൂ. അതൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നതാണ്. എങ്ങനെയാ? ടു മേക്ക് അവൈലബിൾ സ്യൂട്ടബിൾ ഇൻഫോർമേഷൻസ് ടു ദ പേഷ്യൻസ് ആൻഡ് ദെയർ റിലേറ്റീവ്സ് ആൻഡ് ഓൾസോ ദ വിസിറ്റേഴ്സ്. അതായത് ഒരു ഹോസ്പിറ്റലിലേക്ക് വരുന്ന പേഷ്യൻസിനും അവരുടെ റിലേറ്റീവ്സിനും മറ്റു വിസിറ്റേഴ്സും ഒക്കെ വരുമല്ലോ, അവർക്ക് വേണ്ടത്ര ഇൻഫോർമേഷൻസ്, അതായത് പേഷ്യൻസിനെ കുറിച്ചിട്ടൊക്കെ എന്തെങ്കിലും കാര്യങ്ങളോ സംശയങ്ങളോ ഒക്കെ ചോദിച്ചാല് അതൊക്കെ നല്ല രീതിയിൽ അവർക്ക് അതിനുള്ള ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാം. നല്ല രീതിയിലുള്ള ഇൻഫോർമേഷൻസ് എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. പേഷ്യൻസിന് മാത്രമല്ല, ചില കാര്യങ്ങൾ പേഷ്യൻസിനോട് ഡയറക്റ്റ് ആയിട്ട് പറയാം, ചിലത് ഡയറക്റ്റ് പറയാൻ പറ്റില്ല. അപ്പൊ അത് ഷുഡ് ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ദ റിലേറ്റീവ്സ്. അതുമായിട്ട് ബന്ധപ്പെട്ട റിലേറ്റീവ്സ് വന്നിട്ടുണ്ടെങ്കിൽ അവരോട്, ബൈസ്റ്റാൻഡേഴ്സിനോട്, അല്ലെങ്കിൽ മറ്റു വിസിറ്റേഴ്സ് ആയിരിക്കാം ചിലപ്പോ അവരോട് ഷെയർ ചെയ്യാം. അപ്പൊ നല്ല രീതിയിൽ ഉള്ള ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുക. ഒരു ഇൻഫർമേഷൻ സിസ്റ്റം നല്ലതായിരിക്കണം. അല്ലാതെ തോന്നിയ രീതിയിലോ അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാകാത്ത രീതിയിലോ അല്ലെങ്കിൽ എന്താ പറയാ അവർക്ക് സ്വീകാര്യമില്ലാത്ത രീതിയിലോ ഒന്നും അത്തരം ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്ത് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാം. പിന്നെന്താണ്? എ പ്രൊവിഷൻ ടു ലിസൺ ടു ദ ഓറൽ കംപ്ലൈന്റ് ആൻഡ് ദേ ആർ നോട്ട് ഹാവ് ടു ബി ഫോഴ്സ്ഡ് ടു റിട്ടേൺ കംപ്ലൈന്റ്സ്. അതായത് ഏതെങ്കിലും രീതിയിൽ പേഷ്യൻസിനോ മറ്റുള്ളവർക്കോ കംപ്ലൈന്റുകൾ ഉണ്ടെങ്കിൽ അത് ഓറലി തന്നെ അവർ പറയുമ്പോൾ അത് കേൾക്കാനും അതിന് ശ്രദ്ധ കൊടുക്കാനും അതിനുള്ള സൊല്യൂഷൻസ് കണ്ടെത്താനും ശ്രമിക്കുക. അവരെ കമ്പൽ ചെയ്യിപ്പിക്കരുത്, ഫോഴ്സ് ചെയ്യിപ്പിക്കരുത്. എന്ത് റിട്ടേൺ കംപ്ലൈന്റ് എഴുതി തന്നോ, നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി നിങ്ങൾ എഴുതി അങ്ങോട്ട് തന്നോ, ഞങ്ങൾക്ക് ഇതൊന്നും കേൾക്കാൻ നേരില്ലേ, അങ്ങനെ ചെയ്യിപ്പിക്കരുത്. അതൊരു നല്ല റിലേഷൻ അല്ല. നമുക്ക് ഇപ്പോ പേഷ്യൻസുമായിട്ട് ഡയറക്റ്റ് ബന്ധമുള്ളത് ചിലപ്പോ നേഴ്സ് ആയിരിക്കാം,
ഇൻ പേഷ്യൻസോ അല്ലെങ്കിൽ ഔട്ട് പേഷ്യൻസോ ഒക്കെ ആയിട്ട് ബന്ധമുള്ളത്. ഡോക്ടറെ കാണുന്നത് നമ്മൾ പുറത്തേക്ക് പോരുന്നു. അതേസമയം നമുക്ക് ഇപ്പൊ എന്തെങ്കിലും കാര്യത്തിൽ ചികിത്സിക്കുന്ന രീതിയിലോ എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ടുകളോ കൺഫ്യൂഷൻസോ ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അത് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അല്ലെ. അപ്പൊ ഡോക്ടറെ അടുത്ത് നമുക്ക് എപ്പോഴും പോയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ ഇൻസ്റ്റഡ് അതിനെന്ത് ചെയ്യും, നഴ്സുമാരുമായിട്ടായിരിക്കും നമുക്ക് ചിലപ്പോൾ സംശയങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റുക. അപ്പൊ നമ്മൾ അവരോട് ചോദിക്കുമ്പോൾ അതിന് അവരത് കേൾക്കാൻ, അത് എന്താണെന്ന് മനസ്സിലാക്കാൻ, എന്താണ് ആൾക്ക് ആ പേഷ്യന്റിനുള്ള പരാതി അല്ലെങ്കിൽ എന്തിനെ കുറിച്ചിട്ടാണ് അവർക്ക് ഡൗട്ട്, അതൊന്ന് കേൾക്കാൻ ശ്രദ്ധിക്കണം. അത് കേട്ടിട്ട് അതിന് സൊല്യൂഷൻ അവർക്ക് തന്നെ എടുക്കാൻ പറ്റുമെങ്കിൽ അത് കൊടുക്കുക. അല്ലെങ്കിൽ ഞാനൊന്ന് ചോദിച്ചിട്ട് വന്നിട്ട് പറയാം. ഇപ്പൊ എന്തെങ്കിലും ഡോക്ടർ കുറെ ഇൻഫോർമേഷൻസ് ഒക്കെ കൊടുത്തു, രോഗി ഇപ്പൊ ഞാനൊരു രോഗിയായിട്ട് ഡോക്ടറെ അടുത്ത് കയറി, ആള് എനിക്ക് കുറെ മരുന്നുകൾ, കുറെ കാര്യങ്ങൾ, ഇൻസ്ട്രക്ഷൻസും കുറെ ഇൻഫോർമേഷൻസ് എനിക്ക് പാസ് ചെയ്തു. അതൊക്കെ ഇങ്ങനെ പറയുന്നത് നമ്മൾ ഫീഡ് ചെയ്ത് വെക്കണമല്ലോ. മരുന്ന് മാത്രമേ അവർ കുറിച്ച് തരുള്ളൂ, അല്ലാണ്ട് മറ്റേ പറയുന്ന കാര്യങ്ങളൊന്നും അവരിങ്ങനെ നോട്ടായിട്ട് ഇങ്ങനെ എഴുതിയൊന്നും തരില്ല. അപ്പൊ നമ്മളത് മനസ്സിലാക്കണം. ചില കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യണമെന്നോ ചില മരുന്നുകൾ ഇന്ന സമയത്ത് കഴിക്കണമെന്നോ ഒക്കെ ആയിരിക്കും അവർ നമുക്ക് തരുന്നത്, അല്ലാണ്ട് മറ്റ് ഇൻഫോർമേഷൻസ് അല്ല. അപ്പൊ നമ്മൾക്ക് കഴിക്കേണ്ട മരുന്നുകളെ കുറിച്ചുള്ള ഇൻസ്ട്രക്ഷൻസ് ആയിരിക്കാം, നമ്മൾ ഫോളോ അപ്പ് ചെയ്യേണ്ട ചില റുട്ടീൻസിനെ കുറിച്ചിട്ടുള്ള ഇൻഫോർമേഷൻസ് ആയിരിക്കും അവർ നമുക്ക് തരാം. അപ്പൊ അതിലെന്തെങ്കിലും എനിക്ക് കൺഫ്യൂഷൻ വന്നു, അത് അങ്ങനെയല്ലേ, അപ്പൊ എനിക്കൊരു ഡൗട്ട് വന്നു, ഞാൻ ചിലപ്പോൾ അതിനെ ചോദ്യം ചെയ്യുന്നു. അപ്പൊ അത് ചോദ്യം ചെയ്യുന്നത് ചിലപ്പോ എന്താണ്, ഡോക്ടറുടെ നേരെ പിന്നെ പോകാൻ പറ്റില്ലല്ലോ, അടുത്ത ആള് കയറിയിട്ടുണ്ടാകും. അപ്പൊ നമുക്ക് ആ നഴ്സിനോട് അല്ലെങ്കിൽ നമ്മൾ അതിനെ എന്താ പറയാ, നമുക്ക് അടുത്ത ആളാരാണോ ആളുടെ അടുത്തേക്ക് നമ്മൾ ഷെയർ ചെയ്യുന്നു. അപ്പൊ അത് അവർ കേൾക്കാനെങ്കിലും അവരതിന് മനസ്സ് കാണിക്കണം, അതല്ലെങ്കിൽ അത് ശ്രദ്ധിക്കണം, എന്താണ് ആൾക്ക് ചെയ്യാനുള്ള പരാതി. അപ്പൊ അത് ആളുടെ കേട്ടിട്ട് അതിനൊരു സൊല്യൂഷൻ ആൾക്ക് തന്നെ എടുക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഞാനൊന്ന് ചോദിച്ചിട്ട് അന്വേഷിച്ചിട്ട് വരാം, അതിനുള്ള മറുപടി ഇപ്പൊ തരാം, ഒന്ന് വെയിറ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കണ്ടോ. സോ അത് ഒരു നല്ല റിലേഷൻസിലേക്ക് കൊണ്ടുപോകും. അപ്പോ കംപ്ലൈന്റുകൾ ലിസൺ ചെയ്യാനുള്ള, ഓറൽ കംപ്ലൈന്റ് ആണെങ്കിൽ കൂടി അത് ലിസൺ ചെയ്യാനും അതിന് സൊല്യൂഷൻസ് കണ്ടെത്താനും ആണ് ശ്രമിക്കേണ്ടത്. അല്ലാതെ ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് ഓർ കൺഫ്യൂഷൻസ് ഓർ എനി ക്വസ്റ്റ്യൻസ് ടു ആസ്ക്, യു റൈറ്റ് എ കംപ്ലൈന്റ് ആൻഡ് ഗിവ് ഇറ്റ്. ഞങ്ങൾക്ക് തന്നോ, എന്താണെന്ന് വെച്ചാൽ കംപ്ലൈന്റ് ചെയ്ത് തന്നോ എന്ന് പറയുന്നതല്ല ശരി, മനസ്സിലായോ. അപ്പൊ അവരെ അതിന് ഫോഴ്സ് നിർബന്ധിക്കാതെ, ചിലപ്പോ അവർക്ക് അത് ചെയ്യാൻ പറ്റിയില്ല, ഇവരത് കേൾക്കുന്നില്ല, പറഞ്ഞിട്ടൊന്നും കേൾക്കുന്നില്ല. അപ്പൊ ഞങ്ങൾ ഇനി എന്താ ചെയ്യേണ്ടത്, ഞങ്ങൾ വേഗം എടുത്തിട്ട് കുത്തി ഫോൺ ചെയ്ത് വിളിക്കുകയോ, ഇപ്പൊ ഫോൺ സൗകര്യമൊക്കെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഞങ്ങളുടെ ഇവിടെ ഒരു കംപ്ലൈന്റ് ആയിട്ട് എഴുതി ഇതെവിടെ വെച്ചിട്ടുണ്ട് എന്ന് പറയുകയൊക്കെ ചെയ്യാം അല്ലെ. പക്ഷെ അതിന് അവരെ നിർബന്ധിക്കാതിരിക്കുക, അതിനെ ഫോഴ്സ് ചെയ്യാതിരിക്കുക. അടുത്ത എന്താണ്, സ്വിച്ച് റിപ്ലൈ ടു ക്വസ്റ്റ്യൻസ് ആയിരിക്കണം. എങ്ങനെയാ കൊടുക്കുന്ന, അവര് എന്തെങ്കിലുമൊക്കെ കൺഫ്യൂഷൻസ് ഉണ്ടാകുമ്പോ ചോദ്യങ്ങൾ ചോദിക്കുമല്ലോ, അതിന് സ്വിച്ച് ഇടുന്നത് പോലുള്ള മറുപടി. സ്വിച്ച് എന്ന് പറഞ്ഞാൽ എന്താ, പെട്ടെന്ന് മറുപടി. അതിന് നമ്മൾ കാത്തുകരുത്. കാത്തുകുമ്പോ എന്താ പറ്റുക, അവർക്ക് കൺഫ്യൂഷൻ ആയി, ഇതൊക്കെ അറിഞ്ഞിട്ടാണോ ഇതൊക്കെ പറയണേ എന്ന് നമുക്ക് തോന്നുമല്ലോ അല്ലെ. സ്വിച്ചിങ് മറുപടി കൊടുക്കുമ്പോഴാണ് ഓക്കെ ആൾക്ക് അതിനെ കുറിച്ച് വലിയ എന്താ പറയാ ജ്ഞാനമൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കാം. സ്വിച്ച് റിപ്ലൈ കൊടുക്കണം, വൈകരുതെന്ന്. അതായത് ചിലതിനെ നമുക്ക് എന്താ പറയാ, ഇപ്പൊ ഡോക്ടർ കൊടുക്കേണ്ട ഉത്തരവെന്ന് വിചാരിക്കാം, അയ്യോ ഞാൻ എന്നോട് ചോദിച്ചു, അത് എനിക്ക് അറിയില്ല, പക്ഷെ ഞാൻ അതിന് എങ്ങനെ സ്വിച്ച് മറുപടി കൊടുക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ സ്വിച്ച് മറുപടി ഇതാണ്, ഒന്ന് വെയിറ്റ് ചെയ്യും, ഞാൻ ഡോക്ടറെ അടുത്ത് പോയിട്ട് വരാം, അതാണ് അതിന്റെ സ്വിച്ച് മറുപടി, മനസ്സിലായോ. അപ്പൊ സ്വിച്ച് റിപ്ലൈ കൊടുക്കാൻ ശ്രമിക്കാം. പ്രൊവിഷൻ ഓഫ് സജഷൻ ബോക്സ് അറ്റ് സ്യൂട്ടബിൾ പ്ലേസസ്, എവിടെയൊക്കെയാണോ ആവശ്യം വേണ്ട സ്ഥലങ്ങളിലൊക്കെ ചില സജഷൻ ബോക്സുകൾ സ്ഥാപിക്കുക. അപ്പൊ എന്തെങ്കിലും സജഷൻസ് നമ്മളിപ്പോ എല്ലായിടത്തും കാണുന്ന ഒരു കാര്യമാണ്. ചില ഓർഗനൈസേഷനിലൊക്കെ, ചില ബിസിനസ് ഓർഗനൈസേഷനിലൊക്കെ ചെന്ന് കഴിഞ്ഞിട്ട് തുണിക്കട അല്ലെങ്കിൽ ഹോസ്പിറ്റൽസിലുണ്ട്, നിങ്ങൾക്ക് ഇവിടെ വന്ന് പോയതിന് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് അത് അവിടെ ബുക്കും പേനയോ അല്ലെങ്കിൽ നോട്ടൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് ഇതൊക്കെ വെച്ചിട്ടുണ്ടായിരിക്കും. നമ്മളത് എഴുതുന്നു, അതവിടെ എഴുതി വെച്ചിട്ട് പോരാ. ചിലപ്പോ ഒരു എന്താ പറയാ, ഒരു പേപ്പർ പീസ് വെച്ചിട്ടുണ്ടാവും, അതിനകത്ത് എഴുതിയിട്ട് ബോക്സിലേക്ക് ഇടാം. അപ്പൊ സജഷൻ ബോക്സുകൾ, ഇപ്പൊ എന്തെങ്കിലും കാര്യത്തിൽ ഇമ്പ്രൂവ്മെന്റ് വരുത്തണോ, ചിലപ്പോ പുതിയ ഐഡിയാസ് പുതിയ ആളുകൾക്ക് ഉണ്ടാവുമല്ലോ. അപ്പൊ നമ്മളുടെ ഐഡിയയും കൂടി നമ്മൾ അവിടേക്ക് കൊടുക്കുമ്പോൾ ചിലപ്പോ അതിൽ നിന്ന് ചിലതൊക്കെ അവർക്ക് സ്വീകരിക്കാം അല്ലെ. നല്ല ആശയങ്ങൾ, എല്ലാ മനുഷ്യന്മാർക്കും ആശയങ്ങളും ഐഡിയാസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ ഇപ്പൊ നല്ല എന്താ പറയാ, നമ്മൾ ചിന്തിക്കുന്നേക്കാളും ഭയങ്കര ഹൈ ലെവലിൽ ചിന്തിക്കുന്ന ചിന്താശക്തിയുള്ള ആളുകളും ഒക്കെ ഉണ്ട്. അപ്പൊ എല്ലാവരുടെയും ആശയങ്ങൾ വ്യത്യസ്തമാണ്. നല്ല ആശയങ്ങളും ഉടലെടുക്കാം മനുഷ്യന്മാരുടെ കയ്യിൽ നിന്ന്. അപ്പൊ അത്തരം സജഷൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഒരു ബോക്സ് ചില റെസ്പെക്റ്റീവ് ഏരിയാസിൽ വെക്കുക. അതാണ് പ്രൊവിഷൻ. പിന്നെ എന്താണ്, വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ, ഫിലിം ഷോസ്, എക്സിബിഷൻസ് ആൻഡ് ഹോസ്പിറ്റൽ ബ്രൗഷർ ആർ ടു ബി എക്സിബിറ്റഡ്. ചില സ്ഥലങ്ങൾ ഹോസ്പിറ്റൽസിലൊക്കെ നമുക്ക് കാണാം, വെയിറ്റിംഗ് ഏരിയാസിലോ അല്ലെങ്കിൽ മറ്റു പല സ്ഥലങ്ങളിലോ TV പോലെയുള്ള ചില ഫിലിം അല്ലെങ്കിൽ സിനിമ കാണിക്കാനോ അല്ലെങ്കിൽ പലതരത്തിലുള്ള അവയർനെസ് കൊടുക്കുന്ന രീതിയിലുള്ള ചില കാര്യങ്ങൾ ഡിസ്പ്ലേ ചെയ്യുന്ന അതൊക്കെ നമുക്ക് എന്താ പറയാ ഹോസ്പിറ്റലിൽ സ്ഥാപിക്കാം. പിന്നെ ഹോസ്പിറ്റലിന്റെ
അതിന്റെ ഒരു ബ്രൗഷർ, ഹോസ്പിറ്റലിൽ എന്തൊക്കെ സേവനങ്ങളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, ഏതൊക്കെ വിഭാഗമാണ് അവിടെ പ്രവർത്തിക്കുന്നത്, അതിന്റെ ഒരു ബുക്കിലെറ്റ് അതൊക്കെ വേണമെങ്കിൽ എക്സിബിറ്റ് ചെയ്യാം എന്നുള്ളതാണ്. പിന്നെന്താ, പിന്നെ പറയുന്ന കാര്യം, സ്കൂൾ ടീച്ചേഴ്സ്, സ്റ്റുഡൻസ്, ഹൗസ് വൈഫ്സ്, മെമ്പേഴ്സ് ഓഫ് വിമൻസ് ഓർഗനൈസേഷൻ, റിലീജിയസ് ലീഡേഴ്സ്, ദേ ക്യാൻ കണ്ടക്ട് സം ടൂർസ് ടു ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലേക്ക് ഇടയ്ക്ക് ടൂർ പോകാം. നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമല്ല അല്ലെ, പക്ഷെ വേണ്ടതാണ്. കാരണം അവിടെ നടക്കുന്ന കാര്യം എല്ലാവരും കൂടി ഒരുമിച്ച് പോകണമെന്നല്ല പറഞ്ഞത്. വേണമെങ്കിൽ ഈ പറയുന്ന കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാവർക്കും വേണ്ടി പോകാം. ഇപ്പൊ ചില ഒരു പ്രദേശത്തുള്ള കുറച്ച് വീട്ടമ്മമാര് അവർക്ക് ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിന്റെ അവിടെ എന്താ നടക്കുന്ന പ്രവർത്തനങ്ങളെ കുറിച്ചോ മറ്റു കാര്യങ്ങളെ കുറിച്ച്, ഇപ്പൊ വീട്ടമ്മമാരെന്ന് പറയുമ്പോൾ എന്താ പറയാ, ഇപ്പൊ പല സംഘടനയിലെയും ആളുകളാണ്. ഇപ്പൊ കുടുംബശ്രീ പോലെയുള്ള സംഘടനകളൊക്കെ ഉണ്ടല്ലോ, അതിനകത്തൊക്കെ അംഗങ്ങളാണ്. അപ്പൊ അവര് കുറച്ച് പേര് ചേർന്നിട്ട് അവർക്ക് വേണമെങ്കിൽ ചില ഹോസ്പിറ്റലിലേക്ക് ടൂർ പോകാം. അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് അറിയാൻ, അവിടെ നടത്തുന്ന എന്തൊക്കെ രീതിയിലുള്ള ചികിത്സകളാണ് നടക്കുന്നത്, എന്തൊക്കെ ഫെസിലിറ്റീസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ അന്വേഷിക്കാം. അതെല്ലാവർക്കും പോകാം. ഹൗസ് വൈഫ്സിന് പോകാം, വേണമെങ്കിൽ സ്കൂൾ സ്റ്റുഡൻസിന് പോകാം, കോളേജ് സ്റ്റുഡൻസിന് പോകാം, വിമൻസ് ഓർഗനൈസേഷൻസ് ഉണ്ടാവും ചില ഏരിയയില്, വനിതകൾക്ക് വേണ്ടി മാത്രമല്ല. അത് ഞാനിപ്പോ പറഞ്ഞല്ലോ, കുടുംബശ്രീ പോലെയുള്ളവർക്ക് അങ്ങനെയൊക്കെ എന്താ പറയാ ഒരു ടൂർ പോലെ സ്കൂൾ ഇത്തരം ഹോസ്പിറ്റലുകളിലേക്കൊക്കെ സന്ദർശിക്കാം. അവിടുത്തെ കാര്യങ്ങളെ കുറിച്ച് പഠിക്കാനോ അറിയാനൊക്കെ തന്നെ വേണ്ടിയിട്ട് അതൊരു നല്ല റിലേഷന് കാരണമാകാം. അപ്പൊ കുട്ടികൾക്കും അല്ലെങ്കിൽ ഇതുപോലെയുള്ള ആളുകൾ ടൂറായിട്ട് ഇങ്ങനെ വന്ന് കാര്യങ്ങൾ അന്വേഷിച്ച് പോകുമ്പോൾ നമ്മൾ ഹോസ്പിറ്റലിനെ കുറിച്ചിട്ടും അതിന്റെ പ്രോഗ്രാംസ്, പോളിസീസ്, അവിടുത്തെ ഡിപ്പാർട്ട്മെന്റുകളും മറ്റു കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തും. അവർക്ക് നല്ലൊരു അറിവ് കൊടുക്കും. അത് പബ്ലിക് അവയർനെസ്സിന് കാരണമാകും. ഒരു നല്ല ഹെൽത്ത് റിലേഷൻ ഉണ്ടാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. പിന്നെന്താണ്, ടു ഹോൾഡ് ആൻ ആനുവൽ, നമ്മൾ സാധാരണ ആനുവൽ ഡേ ഒക്കെ ആഘോഷിക്കും അല്ലെ, സ്കൂളിൽ ആനുവൽ ഡേ ആഘോഷിക്കും, എന്താ പറയാ കോളേജിൽ ആനുവൽ ഡേ ആഘോഷിക്കും. എല്ലാവരും ആനിവേഴ്സറി, നമ്മുടെ വീടുകളിൽ നമ്മുടെ ബർത്ത്ഡേ, അതൊരു ആനുവൽ ഡേ ആണ്. ഒരാൾ ജനിച്ചതിന്റെ ആനുവൽ ഡേ ആഘോഷിക്കുന്ന ബർത്ത്ഡേ എന്ന് വിളിക്കുക. എന്താ പറയാ നമ്മുടെ വെഡിങ് ഡേ, അതും ആനുവൽ ഡേ ആയിട്ട് ആഘോഷിക്കാറുണ്ട്. അങ്ങനെ ഒരുപാട് ഡേയ്സ് ആഘോഷിക്കാറുണ്ട്. പക്ഷെ ഹോസ്പിറ്റൽസിൽ ആനുവൽ ഡേ ഉണ്ടാക്കണം എന്നാണ് പറയുന്നത്. ആനുവൽ ഡേയ്സ് കണ്ടക്ട് ചെയ്യണം. ആനുവൽ ഡേയ്സ് കണ്ടക്ട് ചെയ്ത് കഴിയുമ്പോൾ ആ പബ്ലിക്കിന്, അതുപോലെ തന്നെ പുറത്തുനിന്നൊക്കെ ആളുകളെയൊക്കെ ക്ഷണിക്കാം. അപ്പൊ വലിയ ആളുകളെയോ പല തരത്തിലുള്ള, അപ്പൊ അവരുടെ ടെക്നിക്കൽ ഫങ്ഷൻസ് ഒക്കെ ഉൾപ്പെടുത്തി, അതായത് അവരുടെ ടെക്നോളജി ഒക്കെ എല്ലാവരെയും കാണിക്കുന്ന രീതിയിൽ, അവരേതൊക്കെ ടെക്നോളജിയാണ് പല രീതിയിൽ, ഇപ്പൊ ടെസ്റ്റിംഗ് ഒക്കെ നടത്താൻ പല ടെക്നിക്സ് ഉപയോഗിക്കുന്നുണ്ട്. പലതരത്തിലുള്ള ടെക്നിക്സ് നടത്താൻ ഹൈ എക്യുപ്ഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നല്ല രീതിയിൽ കോസ്റ്റ്ലി ആയിട്ടുള്ള, നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന മെഷീൻസ് ഒക്കെ അല്ലെങ്കിൽ എക്യുപ്മെന്റുകൾ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ടെസ്റ്റിംഗ് ഒക്കെ നടത്തണേ. അതൊക്കെ ആളുകൾക്ക് പരിചയപ്പെടുത്താൻ സാധിക്കും. എങ്ങനെ? ഇത്തരം ആനുവൽ ഡേ പ്രോഗ്രാമുകളിലൂടെ. അപ്പൊ ഈച്ച് ആൻഡ് എവറി ആസ്പെക്ട് ഓഫ് ദ ഹോസ്പിറ്റൽ ക്യാൻ ബി ഡിസ്പ്ലേഡ് ടു ദ പബ്ലിക് ബൈ കണ്ടക്ടിങ് സച്ച് ആനുവൽ ഡേ. ഇങ്ങനെയുള്ള ആനുവൽ ഡേ സെലിബ്രേഷൻ ഒക്കെ നടത്തി ഇത്തരം ഇവിടുത്തെ എക്യുപ്മെന്റുകളും എഫിഷ്യൻസിയും ഒക്കെ പുറത്തെ ലോകത്തേക്ക് പ്രചരിപ്പിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് മറ്റൊരു കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡിന്റെ പ്രത്യേകത. ഇനി യൂസിങ് മാസ് മീഡിയ, അത് തന്നെ പബ്ലിക് റിലേഷൻ എന്താ പറയാ വർദ്ധിപ്പിക്കാനുള്ള, ഇംപ്രൂവ് ചെയ്യാനുള്ള മറ്റൊരു രീതിയാണ് മാസ് മീഡിയ ഉപയോഗിക്കുക. മീഡിയാസിലൂടെ, പലതരത്തിലുള്ള മീഡിയാസിലൂടെ, ഇപ്പൊ ടെലിവിഷനിലൂടെ ആകാം, ന്യൂസ് പേപ്പറിലൂടെ ആകാം, റേഡിയോയിലൂടെ ആകാം, ഇന്റർനെറ്റിലൂടെ ആകാം, ഏതൊക്കെ മീഡിയാസിലൂടെ. ഇപ്പൊ നെറ്റിലൊക്കെ നമുക്ക് തുറന്നു നോക്കി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ്, ഇപ്പൊ നമുക്ക് ഏത് ഹോസ്പിറ്റലിനെ കുറിച്ചിട്ടും എന്തെങ്കിലുമൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ നെറ്റിൽ അടിച്ചു കൊടുത്താൽ അത് ഇന്ന സ്ഥലത്തുള്ള ഇന്ന ഹോസ്പിറ്റലിൽ എന്തൊക്കെ ഫെസിലിറ്റീസ് അവിടെ ഉണ്ട്. അപ്പൊ അവരതെങ്ങനെയാ, അവരത് മീഡിയയിൽ അപ്ലോഡ് ചെയ്തിട്ടാണ് തങ്ങളുടെ ഹോസ്പിറ്റലുകളിൽ. അപ്പൊ അവർക്ക് എന്ത് ചെയ്യാം, ആളുകളെ, പബ്ലിക്കിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇതെല്ലാം തന്നെ കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡാണ് ടു ഇംപ്രൂവ് ദ പബ്ലിക് റിലേഷൻസ്. പബ്ലിക് റിലേഷൻസ് ഇംപ്രൂവ് ചെയ്യാനുള്ള കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് ഓപ്പറേറ്റീവ് മെത്തേഡാണ്. ഒന്ന് വായിച്ചു നോക്കിയിട്ട് ഏതെങ്കിലും പോയിന്റ് ഡൗട്ട് ഉണ്ടെങ്കിൽ പറയാം.
ഡൗട്ട് ഉണ്ടോ? മാം അഞ്ചാമത്തെ പോയിന്റ് ഒന്നുകൂടി പറയോ? അഞ്ചാമത്തെയോ? വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ. വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ എന്താ പറയാ, വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ, ഫിലിം ഷോസ്, എക്സിബിഷൻസ്, ഹോസ്പിറ്റൽ ബ്രൗഷർ, അതൊക്കെ എക്സിബിറ്റ് ചെയ്യാന്ന് എന്ന് വെച്ചാൽ TV അവിടെ നടത്തുന്ന പ്രവർത്തനങ്ങളില്ലേ, ഒരു ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങളൊക്കെ വിഷ്വൽ ആയിട്ട് ആളുകളെ കാണിക്കുക. അപ്പൊ അവിടെ വരുന്ന പേഷ്യൻസിനോ വിസിറ്റേഴ്സിനോ ഒക്കെ വെയിറ്റ് ചെയ്യുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും പർട്ടിക്കുലർ ഏരിയ ചിലപ്പോൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്യുന്ന സ്ഥലം ഉണ്ടാവുമല്ലോ, അപ്പൊ അത് അവരുടെ നടത്തുന്ന പ്രവർത്തനങ്ങളൊക്കെ വേണമെങ്കിൽ അത് വിഷ്വലൈസ് ചെയ്ത് പബ്ലിക്കിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അത് അവിടെ ഡിസ്പ്ലേ ചെയ്യാം. TV കൂടിയോ അതുപോലെ തന്നെ TV ആണല്ലോ മീഡിയ, അപ്പൊ പല സ്ഥലങ്ങളിലായിട്ട് TVയുടെ എന്താ പറയാ ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കൂടിയൊക്കെ ഇവർക്ക് അത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാൻ പറ്റും. അതാണ് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ. ഹോസ്പിറ്റലിൽ നടക്കുന്ന എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളും, അപ്പൊ അവിടെ സംശയങ്ങൾ വരില്ല. അപ്പൊ ഇന്ന ഫെസിലിറ്റി ഈ ഹോസ്പിറ്റലിൽ ഉണ്ട്, അത് ആളുകൾക്ക് അതിനെ കുറിച്ചൊരു ബോധം കിട്ടി. അപ്പൊ ഏതെങ്കിലും സാഹചര്യത്തിൽ നമുക്ക് അങ്ങനെയുള്ള ഒരു കാര്യം ഫേസ് ചെയ്യേണ്ടി വരുമ്പോ നമുക്ക് അവിടേക്ക് പോകാമല്ലോ, ആ ഒരു ഹോസ്പിറ്റലിൽ നമുക്ക് സമീപിക്കാൻ സാധിക്കും. അപ്പൊ അത് ആളുകളിൽ അറിയണം. ആളുകൾക്ക് എങ്ങനെ അറിയാൻ പറ്റുക? ഇത്തരം ഈ വിഷ്വൽസിൽ കണ്ടിട്ടാണ്, അല്ലെങ്കിൽ ആളുകളെ അറിയിക്കാനുള്ള മറ്റൊരു രീതിയാണത് ഈ റിലേഷൻസിലൂടെ. മാസ് മീഡിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ മാം? മാസ് മീഡിയ അതായത് നമ്മളുടെ ഹോസ്പിറ്റൽസിനെ കുറിച്ച്, ഞാൻ ലാസ്റ്റ് പറഞ്ഞ പോയിന്റ്, ഈ ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ലോകത്തിലേക്ക്, മറ്റുള്ളവരിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ മറ്റു പ്രദേശങ്ങളിലേക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇന്റർനെറ്റ് വഴിയോ അല്ലെങ്കിൽ എന്താ പറയാ ടെലിവിഷൻ പരസ്യങ്ങൾ വഴിയോ ഒക്കെ പബ്ലിഷ് ചെയ്യുക. അത് പബ്ലിക് റിലേഷൻസ് വർദ്ധിപ്പിക്കാൻ ഒരു കാരണമാകും. എന്ന് വെച്ചാൽ അപ്പൊ പബ്ലിക്കിന് ഒരു അറിവ് കിട്ടും, ഇങ്ങനെ ഒരു ഹോസ്പിറ്റൽ ഉണ്ടെന്നും ഇവിടെ കൊടുക്കുന്ന സേവനങ്ങൾ ഇന്നതൊക്കെയാണ് എന്നൊക്കെ. നമ്മള് ടിവിയിലൊക്കെ ഒരുപാട് ഹോസ്പിറ്റൽസിനെ കുറിച്ചിട്ടുള്ള പരസ്യങ്ങൾ കാണാറുണ്ട്. മീഡിയാസ് നമ്മൾ ഇപ്പൊ ഇന്റർനെറ്റ് ഒക്കെ തുറന്നു നോക്കി കഴിഞ്ഞാൽ, തുറക്കണമെന്നില്ല, നമുക്കിപ്പോ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ഇന്ന ഫെസിലിറ്റി ഉണ്ടോ, നമുക്ക് ഇന്ന ഇതുമായി ബന്ധപ്പെട്ട ഒരു രോഗം ചികിത്സിക്കണം, അവിടെ കാണണം, അല്ലെങ്കിൽ അവർക്ക് അവരെ കുറിച്ചിട്ട് ഒരു ഇൻഫർമേഷൻ അറിയണം, ഇന്ന ചികിത്സ ഉണ്ടോന്ന്. അപ്പൊ അവരുടെ ഫോൺ നമ്പർ അടക്കം, ഇപ്പൊ ലൊക്കേഷൻ, ഫോൺ നമ്പർ, അതുപോലെ തന്നെ ഏതൊക്കെ ഫെസിലിറ്റീസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നു, ഗ്രാഫ് വരെ, അതായത് ഗൂഗിൾ മാപ്പ് വെച്ച് സെർച്ച് ചെയ്ത് നമുക്ക് എത്താൻ പറ്റിയ ഗ്രാഫ് വരെ, അവര് മാപ്പുകളൊക്കെ വരെ അവിടെ ഇട്ടിട്ടുണ്ടായിരിക്കും. അതൊക്കെ അവര് അതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആളുകൾക്ക് അറിയാൻ പറ്റും. അതൊരു ഗുഡ് റിലേഷൻ എടുക്കാറുണ്ടാക്കാൻ പബ്ലിക് റിലേഷൻസിന്റെ ഒരു ഭാഗം തന്നെയാണ്. ഓക്കെ, ഇനിയുണ്ടോ സംശയം? ഇല്ല. ഓക്കെ, അപ്പൊ ഇനി നമ്മള് കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് എന്താന്ന് പറഞ്ഞല്ലോ. അപ്പൊ കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്, നമ്മൾ ഇത് കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് പറഞ്ഞപ്പോ അന്നേരം ആ പോയിന്റുകൾ എന്തൊക്കെയാണ് കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡിനെ സ്വീകരിക്കുന്നത് എന്നാണ് പറഞ്ഞത്. എന്താണ് കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ദ കമ്മ്യൂണിക്കേഷൻ ഇൻ ഓൾ പോസിബിൾ ഫോംസ് ടു എനേബിൾ ദ ഹോസ്പിറ്റൽ ടു കൺവേ ദ മെസ്സേജ്. അതായത് ആളുകൾക്ക്, പബ്ലിക്കിന് അവിടെയുള്ള കാര്യങ്ങൾ, ഒരു ഹോസ്പിറ്റലിന്റെ കാര്യങ്ങൾ മെസ്സേജ് ആയിട്ട് ആളുകളിലേക്ക് എത്തിക്കാൻ ഉപയോഗിക്കുന്ന കമ്മ്യൂണിക്കേഷൻ മെത്തേഡ്, അതിനെയാണ് കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് എന്ന് വിളിക്കുക. അതായത് ദ മെത്തേഡ്സ് വിച്ച് ഈസ് എംപ്ലോയിഡ് ബൈ ദ ഹോസ്പിറ്റൽ ബൈ മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷനിലൂടെ പബ്ലിക്കിന് എന്തൊക്കെ കാര്യങ്ങൾ അറിയിക്കാനുണ്ടോ, മെസ്സേജ് ചെയ്യാനുണ്ടോ, അതൊക്കെ അറിയിക്കുക എന്നുള്ളതിനെയാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് എന്ന് വിളിക്കുക. എന്താണ് അതിന്റെ ഒരു ഡെഫിനിഷൻ ആണ് അവരെ കൊടുത്തേക്കുന്നത്. ഇനി ഇതെങ്ങനെയാ നമുക്ക് സാധിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സം ഓഫ് ദീസ് ക്യാൻ ബി ഇന്റർമിക്സഡ്, അതായത് മിക്സ് ചെയ്തിട്ടാണ്. ചിലപ്പോഴൊക്കെ
എന്താ പറയാ ഇൻട്രാമ്യൂറൽ ഫങ്ഷൻസ് ഓഫ് ദ ഹോസ്പിറ്റൽ. അതായത് നമ്മളുടെ കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡിനെ നമുക്ക് മിക്സ് ചെയ്ത് വേണമെങ്കിൽ ഇൻട്രാമ്യൂറൽ ഫങ്ഷൻസ് കൂടി മിക്സ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പബ്ലിക് റിലേഷൻസ് ഉണ്ടാക്കാൻ പറ്റുന്നത്. എന്താണ് ഇൻട്രാമ്യൂറൽ ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഒരു ഹോസ്പിറ്റൽ സെറ്റപ്പിൽ, അതായത് ഹോസ്പിറ്റലിൽ സെറ്റപ്പ് ചെയ്തിരിക്കുന്ന ഒരുപാട് ഫങ്ഷൻസ് ഉണ്ടായിരിക്കും. ഹോസ്പിറ്റലിന്റെ കുറെ ഫങ്ഷൻസ്, പ്രവർത്തനങ്ങൾ, അതെല്ലാം കൂടി എന്തൊക്കെ ഫങ്ഷൻസ് ആണ് ഒരു ഹോസ്പിറ്റൽ കണ്ടക്ട് ചെയ്യുന്നത്, അതെല്ലാം കൂടി സെറ്റ് ചെയ്തിരിക്കുന്നതിനെയാണ് നമ്മൾ ഇൻട്രാമ്യൂറൽ ഫങ്ഷൻസ് എന്ന് വിളിക്കുക. എന്ന് വെച്ചാൽ ഡയഗ്നോസിസ് സിസ്റ്റം ആണ്, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കണ്ടക്ട് ചെയ്യുന്ന എല്ലാ ഫങ്ഷനും, ചിലപ്പോ സ്റ്റാഫ് നടത്തുന്ന കാലത്ത് തന്നെ എല്ലാവരും കൂടി ചേർത്തിട്ട് സ്റ്റാഫ് അവരവരുടെ ജോലിയിലേക്കൊക്കെ പ്രവേശിക്കുന്നതിന് മുമ്പ് അവരെല്ലാം കൂടി അസംബിൾ ചെയ്തു, എന്നിട്ട് എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ചിട്ട് ചില ഇൻഫർമേഷൻസ് പാസ് ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ പാസ് ചെയ്യുന്നു. ചിലപ്പോൾ ഒരു പ്രയർ ആയിരിക്കാം. അപ്പൊ ഇത്തരം കാര്യങ്ങൾ അതിനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റാഫ് അസംബ്ലിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ പേഷ്യന്റിന്റെ ട്രീറ്റ്മെന്റ്, ഇതെല്ലാം കൂടി വരുന്ന ഫംഗ്ഷനെയാണ് നമ്മൾ ഇൻട്രാമ്യൂറൽ ഫംഗ്ഷൻ എന്ന് വിളിക്കുക കേട്ടോ. എല്ലാം അത് മിക്സ് ചെയ്തിട്ട്, അപ്പൊ അത്തരം എല്ലാ കാര്യങ്ങളും കൂടി എന്തിൽ വരും, നമ്മുടെ കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡിൽ വരും. ഓപ്പറേറ്റീവ് മെത്തേഡും അതോടൊപ്പം തന്നെ ഇൻട്രാമ്യൂറൽ ഫംഗ്ഷൻസ് കൂടി മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു എന്താ പറയാ മെത്തേഡ് കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡിൽ അഡോപ്റ്റ് ചെയ്യേണ്ടി വരും. മറ്റേത് ഇനി ബാക്കിയുള്ള മെത്തേഡുകളൊക്കെ ഏതിലൂടെയാണ്, മീഡിയാസിലൂടെ. കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് മറ്റൊരു രീതി എന്ന് പറയുന്നത് മീഡിയാസിലൂടെയാണ്. അപ്പൊ എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് ആളുകളിലേക്ക്, പബ്ലിക്കുകളിലേക്ക് എത്തിക്കാമെന്നാണെന്നാണ് പറഞ്ഞേക്കണേ. ഒരു ഹോസ്പിറ്റലിൽ നടക്കുന്ന എല്ലാ ഫംഗ്ഷൻസും, അതിനെയാണ് ഇൻട്രാമ്യൂറൽ ഫംഗ്ഷൻസ് വിളിക്കുക. ഈ എല്ലാ ഫംഗ്ഷൻസും എന്തൊക്കെയാണോ ഹോസ്പിറ്റലിൽ നടക്കുന്നത് സെറ്റ് ചെയ്തിരിക്കുന്നത്, അതെല്ലാം അതും കൂടാതെ ഓപ്പറേറ്റീവ് മെത്തേഡും കൂടിയൊക്കെ മിക്സ് ചെയ്തിട്ട്, അതായത് കൂട്ടിച്ചേർത്തിട്ട് നടത്തുന്ന എന്താ പറയാ മെത്തേഡാണ് കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് എന്ന് വിളിക്കാം. അപ്പൊ അത് മാസ് മീഡിയയിലൂടെ ആകാം, മറ്റു ഓപ്പറേറ്റീവ് മെത്തേഡ്സുകളും ചിലപ്പോൾ ഉപയോഗിക്കാം, കമ്മ്യൂണിക്കേഷൻസിന് വേണ്ടിയിട്ട് മറ്റേതെങ്കിലും രീതിയൊക്കെ ഉപയോഗിക്കാം. അതാണ്. അപ്പൊ അത് വെറുതെ ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് അവർ പറഞ്ഞിരിക്കുന്നതാണ്. ഇനി എന്തൊക്കെയാണ് കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്സ് ക്യാൻ ബി യൂസ്ഡ് ഇൻ ഫോളോയിങ് വേസ്, എങ്ങനെയൊക്കെയാണ് കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് ഉപയോഗിക്കാവുന്നതാണ്. ഒരു 5-6-7 പോയിന്റുകൾ ഉണ്ട്. കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് ഹൗ ക്യാൻ ബി യൂസ്ഡ്, ഏതൊക്കെ രീതിയിൽ ഉപയോഗിക്കാം. 1, പ്രൊവൈഡിങ് അപ്രോപ്രിയേറ്റ് ഇൻഫോർമേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ കുറെ കാര്യങ്ങളൊക്കെ തന്നെ ഇതിങ്ങനെ അവര് എന്താ പറയാ കട്ടിങ്സ് ആയിട്ട് കൊടുത്തിരിക്കുന്നതാണ്. എന്താ പറയാ പല ഓർഗനൈസേഷൻസിൽ, ഇവിടെ നമ്മുടെ ഹോസ്പിറ്റലിന് വേണ്ടിയിട്ട് ആയതുകൊണ്ട് ഹോസ്പിറ്റലിനെ കുറിച്ചിട്ട് എടുത്തു പറഞ്ഞിരിക്കുന്നു എന്നാണ് കേട്ടോ. പ്രൊവൈഡിങ് അപ്രോപ്രിയേറ്റ് ഇൻഫർമേഷൻ ടു ദ പേഷ്യൻസ്, റിലേറ്റീവ്സ് ആൻഡ് വിസിറ്റേഴ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് അല്ലേ കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡില്, ആദ്യം പറഞ്ഞ പോയിന്റ് തന്നെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നതാണ്. ഏതൊക്കെ രീതിയിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് സാധ്യമാക്കാം. അതായത് അവിടെ വരുന്ന പേഷ്യൻസിനും റിലേറ്റീവ്സിനും വിസിറ്റേഴ്സിനും ഒക്കെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാം. പിന്നെന്താ പറയാ, ഒരു എൻക്വയറി, രജിസ്ട്രേഷൻ, അതൊക്കെ സെറ്റ് ചെയ്യാം. അതായത് ഏത് ഹോസ്പിറ്റലിനും അത്യാവശ്യം വേണ്ട കാര്യമാണ്. കാരണം പബ്ലിക് റിലേഷൻസ് വർദ്ധിപ്പിക്കുന്ന ഒരു ഇടം തന്നെയാണ് രജിസ്ട്രേഷൻ കൗണ്ടർ, അല്ലെങ്കിൽ എന്താ പറയാ നമ്മളുടെ എൻക്വയറി കൗണ്ടർ എന്നൊക്കെ പറയുന്നത്. അവിടെ വന്നിട്ടാണ് നമുക്ക് ചിലപ്പോ ചില ഡിപ്പാർട്ട്മെന്റ് എവിടെയാണെന്ന് അറിയില്ല, എവിടെയാണ് ഈ ഹോസ്പിറ്റലിൽ ഇന്ന ഒരു കാര്യം പ്രവർത്തിക്കുന്നത് അത് എവിടെയാണെന്ന് അറിയില്ല. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒരു എൻക്വയറി കൗണ്ടർ ഉണ്ടെങ്കിൽ അവിടെ വന്നിട്ട് നമുക്ക് കാര്യങ്ങൾ ചോദിക്കാം. അല്ലാതെ ആരോടെ ചോദിക്കാമെന്ന് ചിലപ്പോൾ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കേണ്ടി വരും അല്ലെ, സമയമൊക്കെ പോകും. എല്ലാവർക്കും സമയം വിലപ്പെട്ടത് തന്നെയാണ്. അപ്പൊ ഒരു എൻക്വയറി, അതുപോലെ രജിസ്ട്രേഷൻ ഏരിയ, അത് കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡിന്റെ ഒരു സ്ഥലമാണ്. ഓൺ പേഷ്യന്റ് ഡിസ്ചാർജ് റിഗാർഡിംഗ് ഹിസ് ഓർ ഹെർ സ്റ്റാറ്റസ്, ഹെൽത്ത് സ്റ്റാറ്റസ്. അതായത് ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ഒരു പേഷ്യന്റ്, പെണ്ണായിക്കോട്ടെ ആണായിക്കോട്ടെ, അവരുടെ കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ് അവരോട് കൊടുക്കാം. അവർക്ക് എന്തൊക്കെ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ചില കാര്യങ്ങൾ പറയാനുണ്ടാവുമല്ലോ. അപ്പൊ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് അവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട്, കൺവേ ചെയ്യാനായിട്ട് അത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് അവർ എന്ന് ഫോളോ അപ്പിന് വരണം, അടുത്ത ട്രീറ്റ്മെന്റിന് അല്ലെങ്കിൽ ഇനി വരണോ വരണ്ടേ എന്നുള്ള കാര്യങ്ങളൊക്കെ അവരെ അറിയിക്കാം. അത് ഒരു എന്താ പറയാ കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡാണ്. ഈ ഡിസ്ചാർജ് ഇന്റർവ്യൂ തന്നെ നടത്താൻ പറ്റും. എന്ന് വെച്ചാൽ വിത്ത് ദ ഡോക്ടർ, ഫിസിഷ്യൻ ഹു ആർ എന്താ പറയാ അവരെ ട്രീറ്റ് ചെയ്യുന്ന ആ ഡോക്ടറോ അല്ലെങ്കിൽ ഫിസിഷ്യനോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വേണമെങ്കിൽ ഇന്റർവ്യൂ ചെയ്യാന്ന് പറഞ്ഞാൽ വിസിറ്റേഴ്സ് അല്ല, ബൈസ്റ്റാൻഡേഴ്സോ റിലേറ്റീവോ പേഷ്യന്റിന്റെ കൂടെ ഉണ്ടെങ്കിൽ അവരും ഡോക്ടറുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ ചെന്നിട്ട് എന്താ പറയാ സംസാരിച്ച് അവരെ രോഗത്തെ കുറിച്ച് എന്താ പറയാ ഇപ്പൊ എങ്ങനെയുണ്ട്, ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് അങ്ങോട്ട് വേഗം തള്ളി പേര് വെട്ടി കാശട ചുമയാൻ പോകും, അങ്ങനെയല്ല. പോകുന്നതിന് മുമ്പ് ആ ഡോക്ടർ ഒന്ന് ചെന്ന് രോഗിയുടെ അടുത്ത് ചെന്നിട്ട് അവരോട് കാര്യങ്ങൾ ചോദിക്കാം, എങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി അതൊരു കമ്മ്യൂണിക്കേഷൻ വേ ആണ്. മനസ്സിലായോ? അപ്പൊ അതൊക്കെ നല്ലൊരു പർപ്പസ്ഫുൾ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും. കാരണം രോഗത്തെ കുറിച്ച് അറിയാനും അതിന്റെ തീവ്രത കുറഞ്ഞോ കൂടിയോ എന്നൊക്കെ മനസ്സിലാക്കാനും ഡിസ്ചാർജിന് സമയമായോ എന്നൊക്കെ ക്ലിയർ ആക്കാനും വേണ്ടിയിട്ട്. അപ്പൊ അതിനു മുമ്പ് അതൊക്കെ ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ അതും ഒരു കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡാണ്. അപ്പൊ ഒന്നാമത്തെ പറഞ്ഞത് ആ ഒന്നാമത്തേൽ വരുന്നതാണ്
അപ്രോപ്രിയേറ്റ് ഇൻഫർമേഷൻ പേഷ്യൻസിനും റിലേറ്റീവ്സിനും വിസിറ്റേഴ്സിനും കൊടുക്കാം. പിന്നെ ഒരു രജിസ്ട്രേഷൻ അല്ലെങ്കിൽ എൻക്വയറി കൗണ്ടർ നമുക്ക് ആവശ്യം വേണ്ടതാണ്. അതും ഒരു കമ്മ്യൂണിക്കേഷൻ വേ ആണ്. പിന്നെ പേഷ്യന്റ് ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ആൾക്ക് വേണ്ട ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുക, ഫോളോ അപ്പിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, ഹെൽത്ത് സ്റ്റാറ്റസ് എങ്ങനെയൊക്കെ മനസ്സിലാക്കുക. ഡിസ്ചാർജിങ് സമയത്ത് ഒരു ഇന്റർവ്യൂ പേഷ്യന്റും അതുപോലെ തന്നെ ഫിസിഷ്യനും തമ്മിൽ ഒരു ഇന്റർവ്യൂ വിച്ച് സെർവ്സ് ആസ് ദ പർപ്പസ് വെൽ, അവരുടെ ആ ഒരു ലക്ഷ്യം കറക്റ്റ് ആയിട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് ഒരു ഇന്റർവ്യൂ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഇതാണ് അപ്പൊ കമ്മ്യൂണിക്കേഷന്റെ മെത്തേഡിൽ ഒന്നാമത്തെ മെത്തേഡിൽ ഈ 3 പോയിന്റുകളാണ് വരിക കേട്ടോ. ഒന്ന് വേഗം വായിച്ചു നോക്കിയാൽ എന്തെങ്കിലും സംശയം ഉണ്ടോ എന്ന് നോക്കാം. 3 പോയിന്റ്. എല്ലാം ഇത് ഈ ആ മെത്തേഡുകൾ, കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് ഏതൊക്കെ രീതിയിൽ നടപ്പിലാക്കാം എന്നുള്ളതിന്റെ പോയിന്റുകൾ ഓരോന്നും ആയിട്ടാ തന്നേക്കണം. ആ പോയിന്റുകളാണ് അവിടെ സബ് ഡിവൈഡ് ചെയ്ത് പോയിന്റുകളായിട്ട് തന്നേക്കണേ. 7 പോയിന്റ് ഉണ്ട്. അതെല്ലാം ഇങ്ങനെയുള്ള ബോക്സുകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് പേജ് കൂടുതലുള്ള തോന്നണേ. കുറച്ചുള്ളൂ ഇനി നമുക്ക് പഠിക്കാൻ. അത്രേ ഉള്ളൂ. പേജ് കൂടുതലായിട്ട് തോന്നുന്നത് ഇങ്ങനെ ഓരോ കട്ടിങ്സ് പോലെയാണ് ആ പോയിന്റുകൾ കൊടുത്തേക്കുന്നത്. അതുകൊണ്ടാണ്. നിങ്ങൾ ആ ഇൻട്രാമ്യൂറൽ ഫംഗ്ഷൻ എന്താണെന്ന് ഒന്ന് എഴുതി വെച്ചേക്കാം. ഇൻട്രാമ്യൂറൽ നമ്മൾ വായിച്ച ആ പോയിന്റിനകത്ത് വന്നതാണ്. കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡിൽ ഇൻട്രാമ്യൂറൽ ഫംഗ്ഷൻസ് എഴുതിയിട്ട് ഒരു ഹൈഫൻ ഇട്ടേ. ഇൻട്രാമ്യൂറൽ ഫംഗ്ഷൻസ് ഹൈഫൻ ഇട്ടിട്ട് എഴുതാ. These are the functions. These are the functions of the hospital which are conducted within the hospital. ഹോസ്പിറ്റലിനകത്ത് നടക്കുന്ന എല്ലാ ഫങ്ഷൻസും അതിനെയാണ് ഇൻട്രാമ്യൂറൽ ഫങ്ഷൻസ് conducted within the hospital. Full stop. It includes എന്താണെന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആകും. ഇറ്റ് ഇൻക്ലൂഡ്സ് എമർജൻസി പേഷ്യന്റ് ട്രീറ്റ്മെന്റ്, എമർജൻസി പേഷ്യന്റ് ട്രീറ്റ്മെന്റ്, emergency patient treatment, staff assembly, diagnostic functions, patient counseling, etc. Okay. ഇതിലെ എഴുതി. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ ഇത്രയും ഭാഗം ഒന്ന് വായിച്ചൊക്കെ നോക്കിയിട്ട് വരാട്ടാ. സിമ്പിൾ ആണ്, വലിയ കാര്യമൊന്നുമില്ല. പബ്ലിക് റിലേഷൻസ് അല്ലേ, അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമുള്ള ഭാഗമല്ല. ഗുഡ് റിലേഷൻ കീപ്പ് ചെയ്യാം, അത്ര തന്നെ പബ്ലിക്കുമായിട്ട്. ഓക്കെ, അടുത്ത ദിവസം കാണാം. ബൈ. ഓക്കെ മിസ്. Miss. Thank you, ma'am. ഓക്കെ.